ഗുഡ് മോർണിംഗ് എവരി വൺ. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും അക്കാഡമിക്സ് PSCയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹാർദമായിട്ടുള്ള സ്വാഗതം. നമ്മൾ KS ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്ലാസ് നമ്മളിവിടെ ആരംഭിക്കുകയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്താണ്? അത് ഇൻഡസ്ട്രിയൽ റവല്യൂഷനാണ്. അപ്പോൾ വേൾഡ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടിട്ട് അല്ലേ, ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ്? നമ്മൾ ഇന്ന് വേൾഡ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ലോക ചരിത്രത്തിൻ്റെ ഗതി നമ്മൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഗതിയെ ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുള്ള ഒരു റവല്യൂഷൻ ആയിരുന്നു ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. മനസ്സിലാവുന്നുണ്ടോ? അതായത് വ്യാവസായിക വിപ്ലവം. മനസ്സിലാവുന്നുണ്ടോ? ഈ വ്യാവസായിക വിപ്ലവം എന്ന് പറയുന്ന ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ആണ് അതുവരെ ഉണ്ടായിരുന്ന എല്ലാ മേഖലകളെയും, എക്കണോമിക്സ് എക്കണോമിക് തലത്തിൽ ഫൈനാൻഷ്യൽ മേഖല നോക്കുകയാണെങ്കിൽ, സൊസൈറ്റി നോക്കുകയാണെങ്കിൽ, പൊളിറ്റിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ തലങ്ങളിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഭാഗമായിരുന്നു നമ്മളുടെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറയുന്ന ഈ ഒരു ഭാഗം. അപ്പോൾ നമ്മളുടെ PSCയുടെ എല്ലാ എക്സാമുകളിലും, പ്രത്യേകിച്ച് KS എക്സാമിനേഷനുമായി ബന്ധപ്പെട്ടിട്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്താണ്, എന്തെല്ലാം മാറ്റങ്ങളാണ് അതിൽ വന്നത്? നോക്കൂ, നമ്മൾ ക്വസ്റ്റ്യൻസ് അധികവും പ്രതീക്ഷിക്കുന്നത് ഏത് രീതിയിലാണ് എന്ന് ചോദിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ റീസൺസ്, അതെന്തുകൊണ്ട് ബ്രിട്ടനായിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ നയിച്ചത്. എന്തുകൊണ്ട് ബ്രിട്ടനിൽ മാത്രം ഇങ്ങനെ ഒരു വലിയ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ആദ്യം ഉണ്ടായി, അല്ലെങ്കിൽ അവർ ഏറ്റവും അധികം സക്സസ്ഫുള്ളായി എന്നുള്ളത്. അതുപോലെ തന്നെ ആഫ്റ്റർ എഫക്ട്സ്, അതായത് പോസ്റ്റ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്തെല്ലാം മാറ്റങ്ങളാണ് ലോകത്തിലുണ്ടായത്, ഈ കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം? ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറയുന്ന ഈ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, ചരിത്രപരമായി വളരെയധികം പ്രത്യേകതകളുള്ള ഈ ഒരു ഭാഗം നമുക്ക് വ്യക്തമായിട്ടിനി പഠിച്ചു തുടങ്ങാം. നോക്കൂ, ആദ്യ ഭാഗത്തേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ തുടക്കം നമ്മൾ റെനേസൻസ് മൂവ്മെൻറ്റിൽ നിന്ന് നമ്മൾ പഠിച്ചു തുടങ്ങേണ്ടതുണ്ട്. എന്തായിരുന്നു റെനേസൻസ് മൂവ്മെൻറ്റ്? ബേസിക്കലി എന്തായിരുന്നു? അതായത് ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഒരുപാട് രീതികളെ, അതായത് ഇൻ ഷോർട്ട് നിലനിന്നിട്ടുണ്ടായിരുന്ന ഒരുപാട് രീതികളെ എന്ത് ചെയ്യുകയാണ്? മാറ്റാനുള്ള ഒരു വലിയ ചിന്താഗതി പുറത്തു വരികയാണ്. അതായത് മതവിശ്വാസം, അത്രയും കാലമുണ്ടായിരുന്ന ആചാരങ്ങൾ, വിശ്വാസങ്ങൾ, ഇവയുടെ എല്ലാത്തിൻ്റെയും അതീതമായിട്ട് റാഷണലായിട്ടുള്ള തോട്ട്സ് എന്ത് ചെയ്യുകയാണ്? ആരംഭിക്കുകയാണ്. ഹ്യൂമനിസം എന്ന് പറയുന്ന രീതിയിലുള്ള മനുഷ്യൻ്റെ കഴിവിലുള്ള വിശ്വാസം എന്ത് ചെയ്യുകയാണ്? ഉയരുകയാണ്. അപ്പോൾ റാഷണലിസം, ഹ്യൂമനിസം, ഇത്തരത്തിലുള്ള ആശയങ്ങളെല്ലാം ഒന്നു ചേർന്ന് വന്നുകൊണ്ട് എന്ത് ചെയ്യുകയാണ്? ആളുകൾ പുതിയ പുതിയ ചോദ്യങ്ങൾ ചോദിക്കുകയും ഉത്തരങ്ങൾ തേടാനായിട്ട് എന്ത് ചെയ്യുകയാണ്? ശ്രമിക്കുകയും ചെയ്യുകയാണ്. ഇത് ഒരു മേഖലയിലല്ല, മതം എന്നത് ഞാൻ ഒരു ഉദാഹരണമായി പറയാം. എല്ലാ മേഖലകളിലും എന്ത് ചെയ്യുകയാണ്? ആളുകൾ പുതിയ പുതിയ ഉത്തരങ്ങൾ തേടാനായിട്ട് ആരംഭിക്കുകയാണ്. ഈ ഒരു സമയത്ത്, ഈ ഒരു കാലഘട്ടത്തിനിടയിലാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം നടക്കുന്നത്. നമുക്കറിയാം അല്ലെ, യൂറോപ്പ് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് അധികവും, മൊത്തം യൂറോപ്പ് എന്ന് ഞാൻ പറയുന്നില്ല, അധികവും എന്താ പറയുക, ക്രിസ്ത്യൻ മതവിശ്വാസികളായിരുന്നു. ഇങ്ങ് അറേബ്യൻ പെനിൻസുലയിലും മറ്റ് ഇടങ്ങളിലും, തുർക്കി, ആഫ്രിക്കയുടെ മുകൾ ഭാഗങ്ങൾ, അങ്ങനെ ഒരു വലിയ ഇടങ്ങളിൽ എന്തായിരുന്നു? ഇസ്ലാമിക് റൂളായിരുന്നു നിലനിന്നിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പം ഈ രണ്ട് മതവിഭാഗങ്ങളും തമ്മിൽ ആ കാലഘട്ടത്തിൽ വിശ്വാസപരമായിട്ട് വലിയ തർക്കങ്ങളും യുദ്ധങ്ങളും നടന്നിട്ടുണ്ടായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ യൂറോപ്പും അതുപോലെ തന്നെ ഇപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ, ഞാൻ ഇങ്ങനെ യൂറോപ്പ് എന്താ പറയുക, ഈ ഭാഗം എന്ന രീതിയിൽ ഇതിൽ മാത്രം അതിനെ ചുരുക്കി കാണാൻ പറ്റില്ല, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇവരെ രണ്ടുപേരെയും കണക്ട് ചെയ്യുന്നൊരു സ്ഥലമാണ് ഈ ഭാഗം. ഇവിടെ ആരാണുള്ളത്? ഇന്നത്തെ തുർക്കിയെ അല്ലേ, ടർക്കി, പണ്ടത്തെ ടർക്കി. അപ്പോൾ ടർക്കിയെ ഏഷ്യയെ യൂറോപ്പുമായി ബന്ധിപ്പിക്കുന്ന ആ ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റാണ് നമ്മൾ ഏത് പേരിൽ വിളിക്കുന്നത്? കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് നമ്മൾ വിളിക്കുന്നത്. എന്താണ് വിളിക്കുന്നത്? കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഈ കോൺസ്റ്റാന്റിനോപ്പിൾ 1453 എന്ത് ചെയ്യുകയാണ്? ഈ ഇസ്ലാമിക് നേതൃത്വത്തിലുള്ള, ഇസ്ലാമിക് ബിലീഫ് വെച്ചു പുലർത്തുന്ന ആളുകൾ, ആ സൈന്യം എന്ത് ചെയ്യുകയാണ്? 1453 കോൺസ്റ്റാന്റിനോപ്പിൾ എന്ത് ചെയ്യുകയാണ്? കൈയടക്കുകയാണ്. അപ്പോൾ ഈ അറേബ്യൻ എന്താ പറയുക, ഈ ജിയോഗ്രഫിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന, ഇസ്ലാമിക് വിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ട് ജീവിക്കുന്ന ആളുകളുടെ കയ്യിലാവുകയാണ് എന്തെന്ന് പറയുന്നത്? കോൺസ്റ്റാന്റിനോപ്പിൾ. ഈ ഒരു വലിയ ചരിത്രപരമായി വളരെയധികം റാമിഫിക്കേഷൻസ് പിന്നീടുണ്ടാക്കിയിട്ടുള്ള സംഭവമായിരുന്നു ഫാൾ ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ. ഏത് വർഷമായിരുന്നു? 1453. ഈ പോയിന്റ് വീണതോടു കൂടിയിട്ട് യൂറോപ്പിനെ ഇങ്ങ് ഏഷ്യയുമായി ബന്ധിപ്പിക്കുന്ന ഈ പോയിന്റ് എന്ത് ചെയ്യുകയാണ്?
ഇത് ഇപ്പുറത്തുള്ള ഇസ്ലാമിക മതം വിശ്വസിച്ചിരുന്ന അല്ലെങ്കിൽ അറേബ്യൻ നാടുകളിലുള്ള ആളുകളുടെ കയ്യിലേക്ക് കോൺസ്റ്റാന്റിനോപ്പിളിന്റെ കൺട്രോൾ വന്നുകൊണ്ടിട്ട് യൂറോപ്യന്മാർക്ക് ഏഷ്യയിൽ നിന്ന് തിരിച്ചുമുള്ള കച്ചവട ബന്ധങ്ങളും മറ്റും എന്ത് ചെയ്യുകയാണ്, വല്ലാണ്ട് വില കൂടുന്നു. കാരണം എന്താണ്, ഇനി കോൺസ്റ്റാന്റിനോപ്പിൾ വഴിക്ക് മാത്രമാണ് കരമാർഗം ബന്ധമുള്ളത്. ലാൻഡ് ആക്സസ് എന്ന് പറയുന്നത് കോൺസ്റ്റാന്റിനോപ്പിളിലൂടെ മാത്രമേ വരാൻ പാടുകയുള്ളൂ. അപ്പോൾ ഇത് ഇവരുടെ കയ്യിലാവുമ്പോൾ എന്ത് ചെയ്യും, ഇവർ പറയുന്ന താരിഫ് കൊടുക്കണം. ഇനി ചില സമയങ്ങളിൽ ആ വഴിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥ വരും. ഇതെല്ലാം എന്ത് ചെയ്യുകയാണ്, യൂറോപ്പിലുള്ള ആളുകളെ ഈ ഒരു ഭാഗം, കരഭാഗം എന്ത് ചെയ്യുകയാണ്, ബൈപ്പാസ് ചെയ്ത് താഴെ കിടക്കുന്ന ആഫ്രിക്കയെ ചുറ്റിക്കൊണ്ടോ എങ്ങനെയാണോ അങ്ങനെ ഇന്ത്യയിലേക്ക്, ഏഷ്യയിലേക്ക് എന്ത് ചെയ്യുകയാണ്, ഒരു കടൽ മാർഗം വേണമെന്ന ഒരാവശ്യം യൂറോപ്പിന് വരികയാണ്. ഇതിനെ തുടർന്ന് വളരെ വിശാലമായ രീതിയിലുള്ള ജിയോഗ്രഫിക്കൽ എക്സ്പ്ലോറേഷൻസ് ആരംഭിക്കുകയാണ്. വിവിധ ഇടങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നു, യാത്രകൾ ആരംഭിക്കുന്നു. വിവിധ ഇടങ്ങളിലേക്ക് എന്ത് ചെയ്യുകയാണ്, ഇന്ത്യ എന്ന് പറയുന്ന സുവർണഭൂമി പ്രത്യേകം തേടിക്കൊണ്ടും ജനറലി ഏഷ്യ ലക്ഷ്യമാക്കിക്കൊണ്ടും യാത്രകൾ ആരംഭിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അതിനോടൊപ്പം തന്നെ ഈ റെനേസൻസ് പീരിയഡിൻ്റെ ഈ സമയത്ത് എന്ത് സംഭവിക്കുകയാണ്, പുതിയ പുതിയ ഭൂമികകൾ ഇങ്ങനെ യാത്രകളിലൂടെ കണ്ടുപിടിച്ചപ്പോൾ ഒരു പുതിയ നാട് കണ്ടുപിടിച്ചാൽ രണ്ട് കാര്യങ്ങൾ നടക്കുകയാണ്. എന്തൊക്കെയാണ് നടക്കുന്നത്? ഒന്ന് എന്ന് പറയുന്നത് അവിടേക്ക് ഇവരുടെ ഉൽപ്പന്നങ്ങൾ ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നു. രണ്ട് എന്ന് പറയുന്നത് അവിടങ്ങളിൽ നിന്നുള്ള സാധനങ്ങൾ എന്ത് ചെയ്യുകയാണ്, എക്സ്പോർട്ട് ചെയ്ത് സ്വന്തം ഭൂമിയിലേക്ക് കൊണ്ടുപോയിട്ട് വിൽക്കാനും സാധിക്കുന്നു. അപ്പോൾ ന്യൂ ലാൻഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഗ്രേറ്റർ ട്രേഡ്, കച്ചവടം എന്ത് ചെയ്യുകയാണ്, കൂടുകയാണ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഗ്രേറ്റർ ട്രേഡ് ആദ്യം വന്നു. അപ്പോൾ ആദ്യം ഇവിടെ വന്ന് ഇവിടെയുള്ള രാജാക്കന്മാർ ആരാണോ അവരോട് എന്താണ് കൂട്ടുകൂടുകയും അവർ തരുന്ന സാധനങ്ങൾ വാങ്ങുകയും, ഇപ്പോൾ ആദ്യമായിട്ട് പോർച്ചുഗീസിലെ വാസ്കോ ഡ ഗാമ ഇന്ത്യയിലേക്ക് വന്നിട്ട് തിരിച്ചു പോയപ്പോൾ അവരുടെ മൊത്തം പര്യവേക്ഷണത്തിന്റെ 60 ഇരട്ടി ലാഭമാണ് ഇവിടെ നിന്ന് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയ സാധനങ്ങൾ അവിടെ പോയിട്ട് എന്ത് ചെയ്യുന്നത്, വിറ്റിട്ട് അവരുണ്ടാക്കുന്നത്. അതായത് മൊത്തമായ യാത്രയ്ക്ക് എത്ര ചെലവായോ അതിൻ്റെ 60 ഇരട്ടി ലാഭമാണ് വാസ്കോ ഡ ഗാമ സൃഷ്ടിക്കുന്നത്. ഈ ഒരു യാത്ര ഒന്നാകെ യൂറോപ്പിൽ വലിയ തരംഗമാണ് സൃഷ്ടിക്കുന്നത്. അതായത് ഡയറക്റ്റ്ലി ഈ ലാൻഡ് ഏരിയക്കൂടെ വന്ന് ഈ ഓട്ടോമൻ ഭരണകർത്താക്കളുടെ അല്ലെങ്കിൽ കോൺസ്റ്റാന്റിനോപ്പിൾ ത്രൂ വന്ന് ആവശ്യം താരിഫും മറ്റുമെല്ലാം കൊടുത്ത് ഇന്ത്യയിലേക്കും മറ്റും വന്ന് അവിടെ നിന്ന് സാധനങ്ങൾ കരമാർഗം തിരിച്ചേക്ക് കൊണ്ടുപോയാൽ എത്രത്തോളം ഡിഫിക്കൽട്ടീസ് ആണെന്ന് അറിയാം. എന്നാൽ കടൽ മാർഗം ഡയറക്ട്ലി ബയ്യറുടെ അടുത്ത് ഡയറക്ട്ലി എടുക്കുക എന്ന് പറയില്ലേ, ഡയറക്ട്ലി ഈ ബയ്യറുടെ അടുത്ത് ഇടയിലുള്ള ഇടനിലക്കാരൊക്കെ ഒഴിവാക്കി നേരെ പോയി സാധനം എടുത്ത് കപ്പലിൽ നേരെ തിരിച്ചു വരുമ്പോൾ സാമാന്യമായ വലിയ രീതിയിലുള്ള ലാഭമാണ് ഉണ്ടാകുന്നത് എന്ന് അവർ മനസ്സിലാക്കുകയാണ്. ഇത് പതുക്കെ എന്തിലേക്ക് നയിക്കുന്നു, നേരിട്ടുള്ള വഴി കണ്ടുപിടിച്ച് ഇന്ത്യ പോലെ, ഉദാഹരണം ഇന്ത്യ എടുക്കാൻ വെച്ചാൽ ഇന്ത്യയിലേക്കും ചൈനയിലേക്കും ആളുകൾ എത്തുന്നു. ഇന്ത്യയെ പതുക്കെ എന്ത് ചെയ്യുന്നു, ഇത്തരം യാത്രകൾ ഇന്ത്യയെ, സൗത്ത് അമേരിക്കയെ, അത്തരം ഇടങ്ങളിൽ എന്ത് ചെയ്യുകയാണ്, കോളനികൾ സൃഷ്ടിക്കപ്പെടുകയാണ്. എന്തിനാണ് കോളനൈസേഷൻ നടത്തിയിരുന്നത്? തങ്ങൾ പറയുന്ന വിലയ്ക്ക് റോ മെറ്റീരിയലുകൾ എടുക്കുകയും തങ്ങൾ പറയുന്ന വിലയ്ക്ക് സാധനങ്ങൾ വിൽക്കാനുള്ള മാർക്കറ്റായിട്ടും ഇവർ കോളനികളെ കാണുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു, റോ മെറ്റീരിയലുകൾ ധാരാളം ലഭിക്കാൻ തുടങ്ങുന്നു. ഇവർക്കിതെല്ലാം വിറ്റഴിക്കാനുള്ള മാർക്കറ്റുകളും കൂടുകയാണ് ഈ കോളനൈസേഷൻ വർദ്ധിക്കുന്നതോട് കൂടിയിട്ട്. അപ്പോൾ എന്ത് വേണം ഇനി ഇവിടങ്ങളിൽ നിന്നും പരമാവധി റോ മെറ്റീരിയലുകൾ കൊണ്ടുവന്ന് പരമാവധി മാർക്കറ്റുകളിലേക്ക് തിരിച്ച് ഫിനിഷ്ഡ് പ്രൊഡക്റ്റുകൾ എത്തിക്കണം, പരമാവധി വിൽപ്പന നടത്തണം, പരമാവധി ലാഭം വേണം. അപ്പോൾ എന്ത് വർദ്ധിക്കണം, ഇനി വലിയ രീതിയിൽ വിൽപ്പന വർദ്ധിക്കണം. വിൽപ്പന വർദ്ധിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വർദ്ധിക്കണം, പ്രൊഡക്ഷൻ വർദ്ധിക്കണം. ഈ പ്രൊഡക്ഷൻ്റെ വലിയൊരു കുതിച്ചു ചാട്ടത്തിന് എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരാം എന്ന് ആളുകൾ ചിന്തിക്കുകയാണ്. അതായത് ഹാൻഡ് മെയ്ഡായിട്ട് കൈകൊണ്ട് അല്ലെങ്കിൽ ഫിസിക്കൽ ലേബറിലൂടെ മനുഷ്യൻ്റെ മസിൽ പവറിൽ മാത്രം വിശ്വസിച്ചുകൊണ്ട് നടത്തിയിട്ടുണ്ടായിരുന്ന പ്രൊഡക്ഷൻ പ്രോസസ്സുകൾ, ട്രാൻസ്പോർട്ടേഷൻ പ്രോസസ്സുകൾ, പവർ ജനറേഷൻ, ഇത്തരം കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുകയാണ്, പതുക്കെ മാറുകയാണ്. വെറുതെ കൈ ഉപയോഗിച്ച്, അതായത് ഹാൻഡ് ക്രാഫ്റ്റ് ചെയ്തിരുന്ന സാധനങ്ങൾ, വെള്ളം മാത്രം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന പവർ ജനറേഷൻസ്, ഫിസിക്കൽ എഫേർട്ട് കാരണം നടന്നിട്ടുണ്ടായിരുന്ന ട്രാൻസ്പോർട്ടേഷൻ പ്രോസസ്സുകൾ, ഇവയെല്ലാം എന്തിലേക്ക് വഴിമാറുകയാണ്, പതുക്കെ ഈ രീതിയിൽ നിന്നും മെഷീനുകളിലേക്ക് എന്ത് ചെയ്യുന്നു, മാറുകയാണ്. ഈ മെഷീനുകളുടെ, ഈ നേരത്തെ പറഞ്ഞിരുന്ന ഈ പ്രോസസ്സുകളെയെല്ലാം റീപ്ലേസ് ചെയ്തുകൊണ്ടുള്ള മെഷീനുകളുടെ അതിശക്തമായിട്ടുള്ള കടന്നുവരവിനെയും അതിനെ തുടർന്നുണ്ടാകുന്ന വിപ്ലവകരമായിട്ടുള്ള പ്രൊഡക്ഷൻ പ്രോസസ്സിലും പിന്നീട് അങ്ങോട്ട് എല്ലാ മേഖലകളിലേക്കും പടർന്നു കയറിയ ഈ വലിയ മാറ്റത്തിനെ പറയുന്ന പേരാണ് ഇൻഡസ്ട്രിയൽ
റവല്യൂഷൻ. മനസ്സിലാവുന്നുണ്ടോ? സോ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഈ രീതിയിൽ ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഫിസിക്കൽ ലേബർ ഉപയോഗിച്ച് നടന്നിരുന്നുള്ള പ്രൊഡക്ഷൻ പ്രോസസ്സുകൾ, ട്രാൻസ്പോർട്ടേഷൻ പ്രോസസ്സുകൾ, ഇത്തരത്തിലുള്ള സകല മേഖലകളിൽ മൈനിങ് പ്രോസസ്സുകളാകട്ടെ എല്ലാ പ്രോസസ്സുകളിലും എന്ത് ചെയ്യുകയാണ്? കാതലായിട്ടുള്ളൊരു മാറ്റം വരികയും അവിടെ എല്ലായിടങ്ങളിലും മെക്കനൈസേഷൻ, മെഷീനുകളുടെ എന്താ പറയുക, ഒരു വരവ് നമ്മൾ കാണുകയും ചെയ്യുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇത് വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ഓർത്തിരിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ? സംശയങ്ങളില്ല എന്ന് വിചാരിക്കുകയാണ്. അടുത്ത ഭാഗത്തേക്ക് പോയാലോ? അടുത്ത ഭാഗത്തേക്ക് പോകാം. എന്താണ് അവിടെ പറയുന്നത്? ഇതാ, ആദ്യം എന്ത് ചെയ്യുകയാണ്? പോർച്ചുഗീസുകാരാണ് നമ്മുടെ ഇവിടെ വന്നത് നമുക്കറിയാം അല്ലേ? എന്തുകൊണ്ട് പോർച്ചുഗീസുകാർ വന്നു? പോർച്ചുഗീസ് ഇൻ ഷോർട്ട് ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു റിസോഴ്സ് സ്കെയർസ് ആയിട്ടുള്ള ഒരു ഇടമായിരുന്നു. എന്തായിരുന്നു? റിസോഴ്സ് സ്കെയർസ് ആയിട്ടുള്ള. എന്താ റിസോഴ്സ് സ്കെയർസ് എന്നതുകൊണ്ട് എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? റിസോഴ്സ് സ്കെയർസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ ഈ ബാക്കിയുള്ള ഇടങ്ങളിലെ പോലെ, യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളുടെ പോലെ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന അത്രയ്ക്കും എന്തില്ല? റിസോഴ്സുകൾ അവിടെ ഇല്ലായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുകയാണ്? അവർക്ക് പുതിയ നാടുകൾ കണ്ടുപിടിക്കേണ്ടതായിട്ട് വന്നു. പുതിയ നാടുകളിലേക്ക് പോയിട്ട് അവിടെ നിന്ന് റിസോഴ്സുകൾ കണ്ടുപിടിച്ച് ആ സോഴ്സുകൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ വിറ്റ് ഇവിടെ നിന്ന് അവ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി തിരിച്ചു കൊണ്ടുപോയി വിൽക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെ ലാഭം ഉണ്ടാക്കാമെന്ന് പോർച്ചുഗീസുകാർ എന്ത് ചെയ്യുകയാണ്? പതുക്കെ പതുക്കെ ഓർക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇത് വളരെ കൃത്യമായിട്ട് മനസ്സിലായാലും എന്തുകൊണ്ടാണ് പോർച്ചുഗീസുകാർ പുറത്തേക്ക് യാത്ര ചെയ്യാൻ തീരുമാനിച്ചത് എന്ന് കൃത്യമായിട്ട് ഒരു ഐഡിയ കിട്ടിയല്ലോ. റിസോഴ്സ് സ്കെയർസ് ആയിരുന്നു ഇവർ ഉണ്ടായിരുന്നത്. ആദ്യമായിട്ട് ബാർത്തലോമോ ഡയസ് ആണ് എന്ത് ചെയ്യുന്നത്? 1486 എന്ത് ചെയ്യുന്നത്? ഈ പോർച്ചുഗീസിന്റെ ഇവിടെ നിന്ന് എന്ത് ചെയ്യുകയാണ്? യൂറോപ്പിന്റെ ഇവിടെ നിന്ന് യാത്ര തുടങ്ങി താഴത്തേക്ക് ആര് കിടക്കുന്നുണ്ട്? നമ്മുടെ ആഫ്രിക്ക എങ്ങനെ കിടക്കുന്നുണ്ട് അല്ലേ? ഇങ്ങനെ പോയിട്ട് ആഫ്രിക്കയുടെ മുനമ്പ് ആദ്യമായിട്ട് ഇവിടേക്ക് എത്തുന്ന ആരാണ്? ബാർത്തലോമോ ഡയസ് ആയിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഈ ബാർത്തലോമോ ഡയസ് ഈ ഭാഗത്തെത്തിയപ്പോൾ അതിശക്തമായ സ്റ്റോം, കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുന്ന ഒരിടമായിരുന്നു ഈ ഒരു ഭാഗം. നമുക്കറിയാം, ജിയോഗ്രഫിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? വെസ്റ്റർലീസിന്റെ അതിശക്തമായിട്ടുള്ള എഫക്റ്റ് കിടക്കുന്ന ഒരു സ്ഥലമാണിത് അല്ലേ? അപ്പൊ ഇവിടം അതിശക്തമായ കാറ്റ്, സ്റ്റോമുകളുടെ ഒരു എന്താ പറയുക ഒരു ഭാഗമായതുകൊണ്ട് തന്നെ ബാർത്തലോമോസ് ഡയസ് അതിനെ എന്ത് വിളിച്ചു? കേപ്പ് ഓഫ് സ്റ്റോംസ് എന്ന് വിളിച്ചു. എന്തെന്നാണ് വിളിച്ചത്? കേപ്പ് ഓഫ് സ്റ്റോംസ് എന്നതിനെ വിളിച്ചത് ബാർത്തലോമോസ് ഡയസ് ആയിരുന്നു. പിന്നീട് കിങ് ഓഫ് പോർച്ചുഗൽ, പോർച്ചുഗീസ് രാജാവ് ഈ ഒരു യാത്രയുടെ പ്രാധാന്യം കണക്കാക്കിക്കൊണ്ട് എന്ത് ചെയ്യുകയാണ്? ഇതിനെ കേപ്പ് ഓഫ് സ്റ്റോംസ് എന്നതുമാക്കിയിട്ട് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് അഥവാ ശുഭപ്രതീക്ഷാ മുനമ്പ്, ശുഭപ്രതീക്ഷ മുനമ്പ്, ദ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്നെന്ത് ചെയ്യുകയാണ്? പോർച്ചുഗീസ് രാജാവ് വിളിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? 1486 ബാർത്തലോമോ ഡയസ് ആണ് ആദ്യമായി ശുഭപ്രതീക്ഷാ മുനമ്പ് അഥവാ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്നറിയപ്പെടുന്ന ഈ ഭാഗത്ത് ആഫ്രിക്കയുടെ ഈ ഇവിടം വരെ എന്ത് ചെയ്യണം? ആദ്യമായി യാത്ര ചെയ്ത് ഈ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിന്റെ അവിടേക്ക് എത്തുന്ന ആദ്യത്തെ ആള് ബാർത്തലോമോസ് ഡയസ് ആയിരുന്നു. മനസ്സിലായോ? കൃത്യമാണേ. ഇനി അടുത്ത ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രിസ്റ്റഫർ കൊളംബസിന്റെ കഥയാണ്. ക്രിസ്റ്റഫർ കൊളംബസ് എന്ത് ചെയ്യുന്നു? 3 ഓഗസ്റ്റ് 1492 1492 3 ഓഗസ്റ്റ് എന്ത് ചെയ്യുകയാണ്? അദ്ദേഹം അമേരിക്കയിലേക്ക് എത്തുകയാണ്. എവിടേക്ക് എത്തുകയാണ്? അമേരിക്കയിലേക്ക് എത്തുകയാണ്. പോർട്ട് ഓഫ് പാലോസ് എന്ന് പറയും. സ്പെയിനിലെ പോർട്ട് ഓഫ് പാലോസിൽ നിന്നുമാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? അദ്ദേഹം യാത്ര തുടങ്ങുന്നത്. പോർട്ട് ഓഫ് പാലോസിൽ നിന്ന് എന്ത് ചെയ്യാണ്? സ്പെയിനിൽ നിന്ന് അദ്ദേഹം യാത്ര തുടങ്ങുന്നു. അദ്ദേഹം പോയി ചെന്ന് എത്തുന്നത് നോർത്ത് അമേരിക്ക ഉണ്ട് അല്ലേ? ഇങ്ങനെ നോർത്ത് അമേരിക്ക കിടക്കുന്നുണ്ട്, താഴെ എന്ത് കിടക്കുന്നുണ്ട്? സൗത്ത് അമേരിക്ക ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? താഴത്തേക്ക് കിടക്കുന്നുണ്ട്. നോർത്ത് അമേരിക്കയിലെ ബഹാമാസ്, കുറച്ച് താഴെ ഇവിടെ ദ്വീപ് സമൂഹങ്ങളുണ്ട്. ഇവിടുത്തെ ഐലൻഡ് ഓഫ് ഗ്വാൻഹനി എന്ന് പറയും. ഏതാണ്? ഐലൻഡ് ഓഫ് ഗ്വാൻഹനി എന്ന് പറയുന്ന ബഹാമാസിലുള്ള സാൻ സാൽവഡോർ എന്ന് പറയും. ഏതാണ്? സാൻ സാൽവഡോർ, ബഹാമാസിലെ സാൻ സാൽവഡോർ ആ ഭാഗത്തായിട്ട് എന്ത് ചെയ്യുകയാണ്? അവിടെയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? എത്തുന്നത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഈ ഐലൻഡ് ഓഫ് ഗ്വാൻഹാനിയിൽ അദ്ദേഹം ഇറങ്ങുന്നു. ആ ഭാഗങ്ങൾക്ക് ബഹാമാസിന്റെ ഭാഗമായിട്ടുള്ള ഇവിടെ എന്ത് ചെയ്യുകയാണ്? അദ്ദേഹം നടക്കുന്നു. സാൻ സാൽവഡോർ എന്നതിന് പേരിടുകയും എന്ത് ചെയ്യുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? സാൻ സാൽവഡോർ എന്നുള്ള പേര് അതിന് ആ ഭാഗത്തിന് കൊടുക്കുകയും ഇദ്ദേഹം ചെയ്യുന്നുണ്ട്. പിന്നീട് ഇവിടേക്ക് എത്തുകയും ഈ ഒരു ഭാഗത്തിനെ, ഈ ഒരു ഏരിയ എന്ത് ചെയ്യുകയാണ്? ഇതൊരു പുതിയ ലോകം തന്നെയാണിത്. അതായത് ഇദ്ദേഹം ക്രിസ്റ്റഫർ കൊളംബസിന്റെ അപ്പോഴുമുള്ള വിചാരം അത് അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തി എന്നതായിരുന്നു എന്നാണ് എന്ത് ചെയ്യുന്നത്? പറയുന്നത്. ഇതിനെ എതിർക്കുന്നവരുമുണ്ട്, അനുകൂലിക്കുന്നവരുമുണ്ട്. എന്തൊക്കെയാണ് എന്നുണ്ടെങ്കിലും പിന്നീട്
സൗത്ത് അമേരിക്കയുടെ താഴെയുള്ള ഈ കോസ്റ്റുകളിലേക്ക് എത്തുകയും ഉള്ളിലേക്ക് കയറുകയും ഇവിടുത്തെ ഇൻക സിവിലൈസേഷൻസ് ഒക്കെ പലരും ഉണ്ടായിരുന്നല്ലോ അവിടെ. ഇവിടുത്തെ സിവിലൈസേഷൻസുകളെയൊക്കെ കാണുകയും പിന്നീട് ഓരോരുത്തരായിട്ട് തന്നെ സ്പെയിനിൽ നിന്നും മറ്റും വന്ന ആളുകൾ പതുക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടങ്ങളിൽ എല്ലാവരുടെയും പിന്നീട് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ഈ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു അമേരിഗോ വെസ്പൂച്ചി. ആരാണ്? അമേരിഗോ വെസ്പൂച്ചി 1499 ഈ സൗത്ത് അമേരിക്കൻ കോസ്റ്റുകളിൽ കൂടി എന്ത് ചെയ്യുകയാണ്, എക്സ്പ്ലോറേഷൻ നടത്തുകയാണ്. ഈ ഭാഗം അതോട് കൂടിയിട്ടത് ഈ ഹോൾ ഭാഗം അതുവരെ ആളുകൾ വിചാരം ഇപ്പുറത്തെ ഏഷ്യയാണ്, ഇവിടെ യൂറോപ്പാണ്. ഇതിനിടയിൽ ഇങ്ങനെ ഒരു ഭാഗം കിടക്കുന്നുണ്ടത് എന്താണ് ആർക്കും ഒരു പിടുത്തം ഉണ്ടായിരുന്നില്ല. അങ്ങനെ പുതിയതായി തപ്പിപ്പോയപ്പോൾ വളരെയധികം റിസോഴ്സുകളുള്ള ഒരു എൻറ്റയർലി പുതിയൊരു സ്ഥലം എന്താണ് അവർക്ക് കിട്ടിയപ്പോൾ അവരെല്ലാവരും സ്തംഭിച്ചു പോയി. മനസ്സിലാവുന്നുണ്ടോ? ഈ പുതിയ ഭാഗത്തിനെ അവരെന്ത് പേരിട്ട് വിളിച്ചു? ന്യൂ വേൾഡ് എന്ന പേരിട്ട് വിളിച്ചു. എന്ത് പേരിട്ട് വിളിച്ചു? ന്യൂ വേൾഡ് എന്ന പേരിട്ട് വിളിച്ചു. മനസ്സിലാവുന്നുണ്ടോ? അമേരിക്കയ്ക്ക് അമേരിക്ക എന്ന പേര് കിട്ടിയത് എങ്ങനെയാണ് എന്ന് ചെറുതായിട്ടൊരു ഐഡിയ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അമേരിഗോ വെസ്പൂച്ചി. മനസ്സിലാവുന്നുണ്ടല്ലോ? കൃത്യമാണ്. അപ്പോൾ ഓരോ ആളുകളെ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. ഇനി അതിനുശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ നടക്കുന്നത്? വാസ്കോ ഡ ഗാമയാണ്. നോക്കൂ, ഇത് ഞാൻ വെറുതെ നിങ്ങളോട് കുറേ ചരിത്രം പറയുന്നതല്ല. നമ്മളുടെ SCERT ടെക്സ്റ്റ് ബുക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പറഞ്ഞുകൊണ്ടാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷനിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്നതിലേക്ക് നമ്മൾ എത്തുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? നമ്മൾ കുറച്ചധികം കാര്യങ്ങൾ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ശരി. ഇനി ഓരോ ആളുകളായിട്ട് ആരൊക്കെ എവിടേക്ക് എത്തുന്നുണ്ട്? വാസ്കോ ഡ ഗാമ എന്ത് ചെയ്യുന്നുണ്ട്? 1498 എവിടെ എത്തി? നമ്മുടെ കോഴിക്കോട് കടപ്പുറത്തേക്ക് എത്തി എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പല ആളുകൾക്ക് ഇപ്പോൾ കബ്രാളും നമ്മുടെ അവിടേക്ക് വരുന്നുണ്ട് അല്ലേ? കബ്രാൾ അതുപോലെ കണ്ടെത്തുന്ന പ്രധാനപ്പെട്ട സ്ഥലം ബ്രസീലായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഇതുപോലെ തന്നെ ഹെർനൻ കോർട്ടേസ്. ആരാണ് ഹെർനൻ കോർട്ടേസ്? മെക്സിക്കോ. 1519 മെക്സിക്കോയിൽ വരികയും അവിടെ എക്സ്പ്ലോർ ചെയ്ത് ആ ഒരു ഇടം കണ്ടുപിടിക്കുക എന്ന് വാക്ക് പറയാൻ പറ്റില്ല. ആ ഇടത്തിനെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്ത ഒരാൾ. അതുപോലെ തന്നെ ഫ്രാൻസിസ്കോ പിസേറോ എന്ന് പറയുന്ന ആളാണ് പെറു എന്ത് ചെയ്യുന്നത്? എക്സ്പ്ലോർ ചെയ്യുകയും പെറുവിൽ വന്നെത്തുകയും എക്സ്പ്ലോർ ചെയ്യുകയും ചെയ്യുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? ഇവരെ ഓരോരുത്തരുടെയും പേരുകൾ ഏതേത് രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ജനറലി ഇപ്പോഴത്തെ ട്രെൻഡ് എന്താ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അടിസ്ഥാനപരമായി പറയുകയാണെങ്കിൽ പുതിയ ലോകങ്ങൾ ഇവരുടെ മുന്നിൽ തുടങ്ങുകയാണ്. എന്തുകൊണ്ടാണ് ഞാൻ ലോകങ്ങൾ എന്ന് പറയുന്നത്? കാരണം ഇവർക്കൊന്നും തന്നെ മനസ്സിലാക്കാൻ പറ്റാത്ത സംസ്കാരങ്ങൾ ഉള്ള ഒരുപാട് ആചാരങ്ങൾ വെച്ച് പുലർത്തുന്ന ഈ വരുന്ന ആളുകളുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത രീതിയിൽ ജീവിക്കുന്ന ആളുകളെയാണ് ഇവരെല്ലാവരും കപ്പലിൽ വന്നിറങ്ങുന്ന ഇടങ്ങളിലെല്ലാം കാണുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം, ഈ വെള്ളക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവരെല്ലാവരും എന്തായിരുന്നു? സിവിലൈസ്ഡ് അല്ലാത്ത, വളരെയധികം എന്താ പറയുക, ഒട്ടും നല്ല ഒരു സംസ്കാരമില്ലാത്ത ആൾക്കാരെന്ന് പറയില്ലേ? ഇന്ത്യയിലേക്ക് വന്നിട്ടും അവർ പറഞ്ഞത് അത് തന്നെയായിരുന്നു. നിങ്ങൾ ഇവിടെ സംസ്കാരം ഇല്ലാത്ത ആൾക്കാരാണ്, നിങ്ങൾക്ക് കുറച്ച് സംസ്കാരം പഠിപ്പിച്ചു തരാൻ വന്നതാണ് ഞങ്ങൾ എന്നാണല്ലോ ഇവിടെയും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് എന്ത് ചെയ്യുകയാണ്? ഇവിടെ വന്നിട്ട് ഇവർ ചെയ്യുന്നത് ഈ സംസ്കാരം പഠിപ്പിക്കലാണ്. മനസ്സിലാവുന്നുണ്ടോ? ഈ സംസ്കാരം പഠിപ്പിക്കാൻ വന്ന് ഈ സ്ഥലമൊക്കെ കണ്ടു. സംസ്കാരം പഠിപ്പിക്കൽ എന്താണ്? ഒന്നിന്റെ ഭാഗമായിരുന്നു. എന്തിന്റെ ഭാഗമായിരുന്നു ഈ സംസ്കാരം പഠിപ്പിക്കൽ? ബിസിനസിന്റെ ഭാഗമായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ബിസിനസിന്റെ ഒരു ഭാഗമാണ് സംസ്കാരം പഠിപ്പിക്കൽ. എന്തുകൊണ്ടാണ് ബിസിനസിന്റെ ഭാഗം? കാരണം ഇവർ പറയുന്ന രീതിയിലുള്ള പൈസയ്ക്കാണ് ഇവർ സാധനം വിൽക്കേണ്ടിയിരുന്നത്. ഇവർ പറയുന്ന പൈസയ്ക്കാണ് സാധനം വാങ്ങേണ്ടിയിരുന്നത്. തൊഴിലെടുക്കുമ്പോൾ അടിമത്തമായിരുന്നു. ഇതുപോലെ സ്വർണ്ണ മറ്റ് സ്വർണ്ണം അരിച്ചെടുക്കുന്ന സ്ഥലങ്ങളിലോ എല്ലായിടത്തും അടിമപ്പണി പോലെയായിരുന്നു. അപ്പം ഇത്രയും മോശമായിട്ടുള്ള വൃത്തികേട് എന്ന് തന്നെ നമുക്ക് പറയാം. ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ വെള്ളക്കാർ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു വളരെ ഈസി ആയിട്ടുള്ള വഴിയായിരുന്നു എന്തെന്ന് പറയുന്നത്, ഞങ്ങൾ ഈ നാട്ടിൽ വന്നിരിക്കുന്നത് ഇവിടുന്ന് കക്കാനും കൊള്ളയടിക്കാനും ഒന്നുമല്ല. ഞങ്ങൾ എന്തിനാണ് വന്നിരിക്കുന്നത്? ഇവരെ സിവിലൈസ് ചെയ്യാനാണ്. എന്തിനാണ്? സിവിലൈസ് ചെയ്യാനാ. അതായത് ഇവരെ സംസ്കാരമുള്ളവരാക്കാൻ, സംസ്കാരശൂന്യരായിട്ടുള്ള മണ്ടന്മാരായിട്ടുള്ള ആളുകളാണ് ഇവർ. ഈ കോളനികളിലുള്ളവരൊക്കെ ഇവരൊക്കെ കുറച്ച് ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനൊക്കെ പഠിപ്പിച്ച് ഇവർക്ക് കുറച്ച് വിവരം ഉണ്ടാക്കാനും ഇവരുടെ വൃത്തികെട്ട സംസ്കാരങ്ങളൊക്കെ ഒന്ന് മാറ്റി നല്ല സംസ്കാരം പഠിപ്പിക്കാനുമാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അത് എന്താണ്? അത് ഞങ്ങൾക്ക് ശരിക്കും ലാഭമുള്ള കാര്യമൊന്നുമല്ല. അത് ആക്ച്വലി ഞങ്ങൾക്കൊരു വലിയ ഭാരമാണ്. എന്താ ഭാരത്തിൻ്റെ പേരുണ്ടായിരുന്നത്? വൈറ്റ് മാൻസ് ബേർഡൻ. എന്താണ്? വൈറ്റ് മാൻസ് ബേർഡൻ എന്നായിരുന്നു അതിനെ അവർ വിളിച്ചിരുന്നത്. എന്താ വിളിച്ചാൽ വൈറ്റ് മാൻസ് ബേർഡൻ. എന്താണ്? ഞങ്ങളുടെ തോളിലുള്ളൊരു ഭാരമാണ്. ഞങ്ങൾ ഈ ഓടി നടന്ന് ഈ ലോകത്തിനേക്ക് ഒന്ന് നന്നാക്കി എടുക്കാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഒന്ന് സിവിലൈസ് ചെയ്തെടുക്കാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് ഇവർ പറയുന്നത്. നമുക്കൊന്ന് ആലോചിക്കണം, റെനേസൻസിൻ്റെ തൊട്ട് മുമ്പും ഇനി അതിന് ശേഷമുള്ള കുറേ കാലം പോലും അവിടങ്ങളിലൊക്കെ എത്രയോ മാരക രോഗങ്ങൾ വന്ന ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണുള്ളത്. അതായത് വൃത്തിയില്ലാത്ത തെരുവുകൾ, ഇൻഡസ്ട്രിയലൈസേഷൻ നടക്കുന്ന ഇടങ്ങൾ മുഴുവൻ നമ്മളിനി പോകുമ്പോൾ കാണും. ഒട്ടും വൃത്തിയില്ലാത്ത ഇടങ്ങളായിട്ട് ഗ്രാമങ്ങളിൽ നിന്നും നഗരങ്ങളിലേക്ക്
കുടിയേറിയ ആളുകൾ ഒരുപാട് നഗരങ്ങളിൽ താമസം തുടങ്ങിയപ്പോൾ അവിടുത്തെ അഴുക്കുചാലുകളിലും പരിസര പ്രദേശങ്ങളിലും മൃഗങ്ങളുടെയും മറ്റും എന്താ പറയുക കൽക്കരിയും എല്ലാം കൂട്ടി സ്ഥലങ്ങളിൽ കിടന്നുറങ്ങിയിട്ട് ഒട്ടും തന്നെ സാനിറ്റൈസേഷൻ എന്ന് പറയുന്ന ഒരു ബേസിക് കമ്മ്യൂണിറ്റി പോലും ഇല്ലാണ്ട് എത്രയോ ആളുകൾ മരിച്ചു വീണ ഇൻഡസ്ട്രിയൽ റവല്യൂഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതിനുശേഷം ഈ ലാഭമൊക്കെ കിട്ടിയിട്ട് എന്താണ് ആളുകൾക്കൊന്ന് നിവർത്തി നിന്നപ്പോഴാണ് എല്ലാവരോടും എന്ത് പറയുന്നത്, ഇവിടെയുള്ളവരൊക്കെ സിവിലൈസേഷൻ ഇല്ലാത്ത ആളുകളാണെന്ന് ഇവർ പറയുന്നുണ്ടായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും എന്ത് തുറക്കപ്പെട്ടു? ഓരോരോ ഇടങ്ങളിൽ ഓരോരോ വൻകരകളിലായി അവർക്ക് വേണ്ട കോളനികൾ എന്ത് ചെയ്യുകയാണ്, അവർക്ക് ലഭ്യമാവുകയാണ്. ഇതോടുകൂടി പതുക്കെ മെർച്ചൻസ്, കച്ചവടക്കാർ നോക്കി നിൽപ്പായിരുന്നു. ജനറലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പതുക്കെ പ്രൊഡക്ഷൻ കൂടുന്നുണ്ട്. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറയുന്ന ഒരു രീതി എന്ത് ചെയ്യുന്നുണ്ട്, പതുക്കെ എന്ത് ചെയ്യുകയാണ്, വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലെ, പണ്ട് കൈകൊണ്ട് ചെയ്തിരുന്ന അല്ലെങ്കിൽ കുതിരയും മറ്റ് മൃഗങ്ങളെയും വെച്ച് ചെയ്തിരുന്ന ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ എന്താണ്, മെഷീനുകൾ ചെയ്തു തുടങ്ങാനായിട്ട് പോവുകയാണ്. അപ്പം മെർച്ചൻസ്, കച്ചവടക്കാരെല്ലാവരും കൂടി എന്ത് ചെയ്യുകയാണ്, ദേ സ്റ്റാർട്ടഡ് ഫോമിങ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ്. നമ്മളുടെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഇതുപോലെ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, ഇതുപോലെ എന്ത് ചെയ്യുന്നു, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസുകൾ തുടങ്ങുകയാണ്. അതായത് കുറേ ആളുകളിൽ നിന്ന് എന്ത് ചെയ്യുകയാണ്, ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങുകയാണ്. ഈ ഇൻവെസ്റ്റ്മെൻറ്റുകളെല്ലാം ചേർത്ത് എന്ത് ചെയ്യുന്നു, ശക്തമായിട്ടുള്ളൊരു ഒരു കമ്പനി തുടങ്ങുന്നു. ആ കമ്പനിയിൽ എന്തുണ്ടാകും, സൈനികരുണ്ടാകും, കപ്പലുകളുണ്ടാകും. ഇവരെന്ത് ചെയ്യുന്നു, ഈ സ്റ്റോക്ക് ഇതിൽ എന്താ പറയുക, ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്ക് എല്ലാവർക്കും വേണ്ടി ഇവരെന്ത് ചെയ്യുന്നു, ഇവർ മറ്റ് രാജ്യങ്ങളിലേക്ക് പോയി കോളനികളിലേക്ക് പോകുന്നു. അപ്പോൾ ഈ ആളുകളുടെ മുന്നിൽ ഇവരെന്താണ്, ഈ തന്നിരിക്കുന്ന ആളുകൾക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കൽ ഇവർക്ക് ആവശ്യമാണ്. എന്നിട്ട് അവർക്കെല്ലാം കൊടുത്ത് ഇവർക്കും ലാഭം ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ പോകുന്ന കോളനികളിൽ ഇവരെന്തും നോക്കിയിരുന്നില്ല, ഒരു മനുഷ്യത്വവും നോക്കിയിരുന്നില്ല. കച്ചവടം ലാഭത്തിലാവണം. ഇത് എത്രത്തോളം ലാഭത്തിലാവുമോ അത്രത്തോളം ഈ കമ്പനിക്ക് എന്താണ്, നല്ല കാര്യമാണ്. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുകയാണ്, കോളനികളിൽ അവർ ലാഭം എന്ന വാക്കല്ലാണ്ട് മറ്റൊരു വാക്കും ആലോചിച്ചും ഇരുന്നില്ല. മനസ്സിലായോ നിങ്ങൾക്ക്? സോ ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ് എന്ത് ചെയ്യുന്നു, ആരംഭിക്കുകയാണ്. ഇവരെന്ത് ചെയ്യുന്നു, ദേ സ്റ്റാർട്ടഡ് കാർവിങ് ഔട്ട് സ്പിയേഴ്സ് ഓഫ് ഇൻഫ്ലുവൻസസ്. ഇവരെന്ത് ചെയ്യുന്നു, എന്തായി സ്പിയേഴ്സ് ഓഫ് ഇൻഫ്ലുവൻസസ്, കോളനികൾക്കിട്ട ഓമന പേരാണ് സ്പിയേഴ്സ് ഓഫ് ഇൻഫ്ലുവൻസസ്. അതായത് ഇവർക്ക് ഇൻഫ്ലുവൻസ് ഉള്ള സ്പിയറുകൾ, ഇടങ്ങൾ ഇവർ സൃഷ്ടിക്കുകയാണ്. ഇന്ത്യ ബ്രിട്ടീഷുകാർക്ക്, അല്ലേ? ഈസ്റ്റ് ഏഷ്യ നോക്കുകയാണെങ്കിൽ അവിടെ എന്താണ്, ഡച്ചുകാർ കുറേ അധികം ഉണ്ടായിരുന്നു, അല്ലേ? അതുപോലെ തന്നെ സൗത്ത് അമേരിക്ക നോക്കുകയാണെങ്കിൽ അവിടെ സ്പെയിൻ ആയിരുന്നു എന്തുണ്ടായിരുന്നത്, അവിടെ ശക്തമായിട്ടുണ്ടായിരുന്നത്. ഈ രീതിയിൽ ഓരോരോ ആളുകൾ ഓരോരോ ഇടങ്ങളെ തങ്ങളുടെ സ്പിയേഴ്സ് ഓഫ് ഇൻഫ്ലുവൻസസ് അഥവാ കോളനികളാക്കിയിട്ട് മാറ്റാൻ തുടങ്ങി. ഇത് നടന്നു തുടങ്ങിയോടുകൂടിയിട്ട് എന്ത് ചെയ്തു, അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ് പ്ലെൻറ്റി ആയി മാറി. അതായത് സാധാരണ ഇത്തരത്തിൽ പ്രൊഡക്ഷൻസിന് വേണ്ടിയിട്ട് എന്ത് വേണം, ഇപ്പോൾ ഒരു പരുത്തി തുണി ഉണ്ടാക്കണമെങ്കിൽ ആദ്യം പരുത്തി വേണം, അല്ലേ? സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ സ്വർണം വേണം, അല്ലേ? വജ്രം വേണമെങ്കിൽ എന്ത് ചെയ്യണം, ആദ്യം ആ കല്ല് എന്ത് ചെയ്യണം, കുഴിച്ചെടുക്കണം, അല്ലേ? ഏതൊരു സാധനവും, അരിയാകട്ടെ, ഗോതമ്പാകട്ടെ, കരിമ്പാകട്ടെ, അല്ലേ, ടൊബാക്കോ ആവട്ടെ, എന്താണോ അതിൻ്റെ ഫൈനൽ പ്രോഡക്റ്റിന് മുമ്പ് അതിൻ്റെ റോ മെറ്റീരിയൽ ആവശ്യമുണ്ട്. ഈ റോ മെറ്റീരിയലുകൾ എന്ത് ചെയ്തു, അവൈലബിലിറ്റി കൂടി. എങ്ങനെ അവൈലബിലിറ്റി കൂടുന്നത്, ഇതാ ഈ സ്പിയേഴ്സ് ഓഫ് ഇൻഫ്ലുവൻസുകൾ എന്ത് ചെയ്യുന്നു, വന്നു തുടങ്ങി. അതായത് കോളനികൾ ഇവരുടെ എന്തിലായി തുടങ്ങി, ഇൻഫ്ലുവൻസിലായി തുടങ്ങി. അപ്പോൾ റോ മെറ്റീരിയൽ കൂടി എന്ത് ചെയ്യണം, പ്രൊഡക്ഷൻ കൂടും. മോർ പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്, അതായിരുന്നു ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ പ്രൊഡക്ഷൻ വല്ലാണ്ട് കൂടി. ഈ വല്ലാണ്ട് കൂടിയപ്പോൾ, പ്രൊഡക്ഷൻ വല്ലാതെ കൂടിയപ്പോൾ എന്ത് ചെയ്തു, ഇത് കൊണ്ടുപോയി വിൽക്കാൻ കൂടുതൽ സ്പിയേഴ്സ് ഓഫ് ഇൻഫ്ലുവൻസസ് അഥവാ കോളനികൾ വേണം. മനസ്സിലാവുന്നുണ്ടോ? കൂടുതൽ കോളനികൾക്ക് വേണ്ടി എന്ത് ചെയ്തു, കോളനൈസേഷൻ ശക്തമായി ആരംഭിച്ചു. എൻ്റെ കോളനി ഇതാണ്, നീ ഇവിടെ കയറരുത്, ഈ ഏരിയയിലേക്ക് നീ വരരുത്, എൻ്റെ ഏരിയയിലേക്ക് നീയും വരരുത്, നിൻ്റെ ഏരിയയിലേക്ക് ഞാൻ പക്ഷേ എന്ത് ചെയ്യും, ഞാൻ ചിലപ്പോൾ വരും. ഈ രീതിയിലുള്ള കോൺഫ്ലിക്റ്റുകൾ ധാരാളം ആരംഭിച്ചു. ഈ കോൺഫ്ലിക്റ്റുകളാണ് ഇമ്പീരിയലിസത്തിലേക്ക് നയിക്കുന്നത്. ഈ ഇമ്പീരിയലിസമാണ് എന്തിലേക്ക് നയിക്കുന്നത്, വാർസിലേക്ക്, പരസ്പര യുദ്ധങ്ങളിലേക്കും പിന്നീട് നമ്മൾ കണ്ട വേൾഡ് വാർ 1, വേൾഡ് വാർ 2ലേക്കും നയിക്കുന്നത് ഈ ഒരു ക്രോണോളജി ആയിരുന്നു. അതായത് ഗാന്ധി ഉൾപ്പെടെയാണെങ്കിലും പിന്നീട് നെഹ്റുവും സുഭാഷ് ചന്ദ്രബോസും എല്ലാ ആളുകളും ഉറക്കെ പറഞ്ഞിരുന്നൊരു കാര്യമായിരുന്നു എന്തെന്ന് പറയുന്നത്, നോക്കൂ, നിങ്ങൾ ഈ യുദ്ധം നടത്തുന്നത്, ഇന്ത്യ സഹായിക്കണം, യുദ്ധത്തിൽ ഇന്ത്യ സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഫസ്റ്റ് വേൾഡ് വാറിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഗാന്ധി എന്ത് ചെയ്തു, ഓക്കെ എന്ന് പറഞ്ഞിരുന്നു. കാരണം എന്താണ്, ആ യുദ്ധം എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇങ്ങോട്ട് പറഞ്ഞാൽ കേൾക്കാത്ത ഒരു ശക്തിക്കെതിരായിട്ടുള്ള യുദ്ധം എന്ന തലത്തിലാണ് എന്ത് ചെയ്യുന്നത്, ജർമ്മനിക്കെതിരായിട്ടും ഓസ്ട്രിയ ഹംഗറിക്കെതിരായിട്ടും യുദ്ധം ചെയ്യാം എന്ന് പറയുന്നത്. അതിനോടൊപ്പം എന്ത് പ്രതീക്ഷ കൂടി ഉണ്ടായിരുന്നു,
നമ്മളിവരെ സഹായിച്ചാൽ ഇവർ നമുക്ക് സ്വാതന്ത്ര്യം തരുമായിരിക്കും എന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. അല്ലെങ്കിൽ സ്വാതന്ത്ര്യം മുഴുവനായി തന്നില്ലെങ്കിൽ പോലും എന്താണ് കുറേ അധികം കൺസെഷൻസ് ഉണ്ടാവുന്ന ഒരു ഐഡിയ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അവർക്ക് മനസ്സിലായി ഇവരുടെ യുദ്ധം എന്ന് പറയുന്നത് കോളനികൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കാനല്ല, തങ്ങളുടെ കോളനികൾ സേഫായി നിലനിർത്താനുള്ള യുദ്ധം മാത്രമായിരുന്നു അതെന്ന് മനസ്സിലാക്കുകയാണ്. ഇതിനെ തുടർന്നാണ് സെക്കൻഡ് വേൾഡ് വാർ തുടങ്ങിയപ്പോൾ കോൺഗ്രസ് എന്ത് പറഞ്ഞത്? ഇല്ല, ഞങ്ങൾ സഹകരിക്കാൻ ഞങ്ങൾക്കൊരു ഉദ്ദേശവുമില്ല, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം തരും എന്നെന്ത് ചെയ്യുക? പ്രഖ്യാപിക്കുക, ഫ്രീഡം തന്നിരിക്കുമെന്ന് പ്രഖ്യാപിക്കുക, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ സഹകരിക്കാമെന്ന് അൾട്ടിമേറ്റം വെക്കുന്നതും പിന്നീട് നമുക്കറിയാം അല്ലെ, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റും ബാക്കി കാര്യങ്ങളൊക്കെ നടന്നതൊക്കെ നമുക്കറിയാം. അപ്പോൾ ഈ ഒരു തലത്തിലേക്ക് എന്ത് ചെയ്യുന്നു? കാര്യങ്ങൾ മാറുന്നു. ഈ അവസാനമുള്ള വാറിലേക്ക്, കോളനികൾക്ക് വേണ്ടിയിട്ടുള്ള യുദ്ധങ്ങൾ നമ്മൾ 2 ലോകമഹായുദ്ധങ്ങളായിട്ട് കാണുകയും ചെയ്യുന്നുണ്ട്. ഇനി ഇത് എന്തിലേക്കും കൂടി നയിക്കുന്നുണ്ട്? ഇതിനിടയിൽ ഈ വലിയ രീതിയിലുള്ള ഈ ഒരു എന്താ പറയുക പ്രൊഡക്ഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് വെള്ളക്കാരായിട്ടുള്ള ആളുകളല്ല പലയിടങ്ങളും കോളനികളിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളെ ഇവിടുന്ന് കയറ്റിയിട്ട് ബ്രസീലിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? കൊണ്ടുപോയിട്ടുണ്ട്. ബ്രസീലിൽ ഈ കരിമ്പ് കൃഷിക്ക് വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. ആഫ്രിക്കയിൽ നിന്ന് പണ്ടും സ്ലേവറി ഉണ്ടായിരുന്നു, പക്ഷെ സ്ലേവറി ഒരു കച്ചവടം പോലെ, എന്താണ്, ഒരു കച്ചവടമായിട്ട്. സ്ലേവറി എന്ന് പറയുന്നത് എന്താണ്? സ്ലേവ് ട്രേഡ് ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ഈ ഒരു കാലഘട്ടത്തിലാണ്. ഈ സ്ലേവ്സിനെ മുഴുവൻ ഇവിടെ നിന്ന് എന്താണ് നോർത്ത് അമേരിക്കയിലും സൗത്ത് അമേരിക്കയിലും മറ്റുള്ള കരിമ്പ് പാടങ്ങളും മറ്റ് കൃഷികൾക്കൊക്കെ വേണ്ടി ഇവരെ എന്ത് ചെയ്യുകയാണ്? കൊണ്ടുപോവുകയാണ്. ഇവരെ എന്നിട്ട് എന്ത് ചെയ്യുകയാണ്? ഇവരവിടെ എന്ത് ചെയ്യുന്നു? അവിടെ ഒരുപാട് പേരെ കൊണ്ടുപോകുന്നു. അവിടെയുള്ള പല രോഗങ്ങളോടും ഇവർക്ക് റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അത് ഇവരെ എന്ത് ചെയ്തു? ഹെൽപ്പ് ചെയ്തു. അതായത് ഇവരുടെ രോഗങ്ങളോടുള്ള റെസിസ്റ്റൻസ് ബേസിക്കലി ഇപ്പോൾ മലേറിയ പോലുള്ള പല രോഗങ്ങളും ആഫ്രിക്കയിൽ പണ്ട് മുതലേ ഉണ്ടായിരുന്നത് കൊണ്ട് അവർക്ക് പലർക്കും ഇതിനോട് റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ഈ വെള്ളക്കാരും മറ്റുള്ള ഒരുപാട് പേര് ഇവിടെ ജോലിക്ക് കൊണ്ടുവന്നപ്പോൾ ഇവരിത്തരം രോഗങ്ങൾ വന്നിട്ട് എല്ലാവരും കൊതുകുകൾ ചത്തുവീഴുന്നവരോട് ചത്തുവീഴുകയായിരുന്നു. ഈ ആഫ്രിക്കക്കാരായിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് ഉണ്ടായിരുന്ന അവരുടെ കായിക ബലം, ഇത്തരം ജോലികൾ ചെയ്യാൻ വലിയ കായിക ബലം ആവശ്യമാണ്. ഈ കായിക ബലവും അതിനോടൊപ്പം തന്നെ അവർക്കുണ്ടായിരുന്ന എന്താ പറയുക ഇത്തരം രോഗങ്ങളോടുള്ള പ്രതിരോധ ശേഷിയുമാണ് ഇവർക്ക് ഈ ദൗർഭാഗ്യം വരാനായിട്ടുള്ള കാരണമായത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇവരെ എല്ലാവരെയും കൊണ്ടുവന്ന് ട്രാൻസ് അറ്റ്ലാന്റിക് സ്ലേവ് ട്രേഡ് എന്ന് പറയും. എന്താണ് ട്രാൻസ് അറ്റ്ലാന്റിക് സ്ലേവ് ട്രേഡ്. എന്താണ് ട്രാൻസ് അറ്റ്ലാന്റിക് സ്ലേവ് ട്രേഡ് എന്ന് പറയുന്ന സമയത്ത്? അതായത് ഇവിടെ അറ്റ്ലാന്റിക് സമുദ്രം, ഇവിടെ എന്തുണ്ട്? യൂറോപ്പ് ഉണ്ട്, ഇവിടെ ആഫ്രിക്കയുണ്ട്, ഇവിടെയാണ് അമേരിക്കാസ് കിടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇവിടങ്ങളിൽ നിന്ന് എന്ത് ചെയ്യും? ഓരോ സ്ഥലത്തുനിന്ന് ഇവിടെ നിന്ന് എന്ത് ചെയ്യും? പ്രൊഡക്ട്സ് എന്ത് ചെയ്യുന്നുണ്ടാകും? യൂറോപ്പിലേക്ക് എത്തും. യൂറോപ്പിൽ നിന്ന് എന്ത് ചെയ്യും? ഇവിടേക്ക് പോവും. ഇവിടെ നിന്ന് അടിമകളെ എടുത്തിട്ട് എന്ത് ചെയ്യും? ഇങ്ങോട്ട് എത്തിക്കും. ഇവരെന്ത് ചെയ്യും? പ്രൊഡക്ഷൻ എത്തിക്കും. അപ്പോൾ ഈ അറ്റ്ലാന്റിക്കിന് കുറുകെ എന്ത് ചെയ്യുമായിരുന്നു? ഈ സ്ലേവ് ട്രേഡ് നടക്കുമായിരുന്നു. ഇവിടെ നിങ്ങോട്ട് അടിമകളെ എത്തിക്കും, ഇവിടെ നിങ്ങോട്ട് സാധനങ്ങൾ എന്ത് ചെയ്യും? എത്തിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇവരെന്ത് ചെയ്യും? ഈ പൈസ വെച്ചിട്ട് എന്ത് ചെയ്യും? അല്ലെങ്കിൽ സാധനങ്ങൾ വെച്ചിട്ട് പിന്നെയും അടിമകളെ എത്തിക്കും, ഇങ്ങോട്ട് എത്തിക്കും. ഇങ്ങനെയുള്ള അറ്റ്ലാന്റിക് അറ്റ്ലാന്റിക് കടന്നുകൊണ്ട് ഉള്ള ഈ സ്ലേവ് ട്രേഡ് ആയിരുന്നു ആ കാലഘട്ടത്തിൽ എന്ത് നടത്താൻ വലിയ കാരണമായിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ കാണുന്ന റെനേസൻസ് പീരിയഡിൽ, അല്ലെങ്കിൽ എന്താ പറയുക ഇൻഡസ്ട്രിയൽ റവല്യൂഷന് ശേഷം, അല്ലെങ്കിൽ യൂറോപ്പും അമേരിക്കയും വളർന്ന കാലഘട്ടത്തിൽ ഉണ്ടാക്കിയുള്ള വലിയ വലിയ ഭീകരമായിട്ടുള്ള കെട്ടിടങ്ങൾ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അതിൽ മിക്കവാറും എല്ലാത്തിൻ്റെയും മുന്നിൽ എന്തുണ്ട്? ഈ വലിയ സ്ലേവ് ട്രേഡിന്റെ വലിയ കഥകളും കൂടി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മനസ്സിലായോ? ഈ ഒരു രീതിയിൽ, ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ആണ് നമ്മൾ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ബിഗിനിങ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കാണുന്നത്. അതായത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ അടിസ്ഥാനപരമായിട്ട് ആരംഭിക്കുന്നത് എന്താണ്? ഈ രീതിയിൽ പണിയെടുക്കാനുള്ള ആളുകളെല്ലാം വരുന്നതിന് മുമ്പ്, അതായത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ആണ് പിന്നീട് നടന്ന ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ നയിച്ചത്. അതിനുമുമ്പ് റെനേസൻസ് പീരീഡ് കഴിയുന്നു, കൂടുതൽ പ്രൊഡക്ഷൻ വേണമെന്നുള്ള കാലഘട്ടം എത്തുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ 18ാം സെഞ്ചുറിയിൽ 18th സെഞ്ചുറി ബ്രിട്ടനിലാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ആരംഭിക്കുന്നത്. ഇത് നിങ്ങൾ ഓർക്കണം. അപ്പോൾ എവിടെയാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ആരംഭം? ബ്രിട്ടനിലാണ് ആരംഭം. ഇത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. ഓക്കെ, നമ്മൾ ഇതിലേക്ക് എങ്ങനെ വരുന്നതായിരിക്കും. ബ്രിട്ടനിലേക്ക് നമ്മൾ വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നതായിരിക്കും? തിരിച്ചു വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ബ്രിട്ടനിലാണ് ആരംഭം. അതായത് എന്താണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ? ഒറ്റ ലൈനിൽ പറയാൻ വന്ന എന്താ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ത് മാറ്റാൻ കൊണ്ടുവന്നത്? അതായത് പ്രൊഡക്ഷൻ ബൈ മെഷീൻ, യന്ത്രങ്ങൾ കൊണ്ട് ഉൽപാദനം, പ്രൊഡക്ഷൻ ആരംഭിച്ചു എന്നതാണ് ഒരൊറ്റ ലൈനിൽ പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം. അതായത് ഹാൻഡ് മെയ്ഡ് ഗുഡ്സിൽ നിന്നും മെഷീൻ മെയ്ഡ് ഗുഡ്സിലേക്കുള്ള ഒരു മാറ്റമായിരുന്നു ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. അപ്പോൾ ഇത് എന്തിലേക്ക് നയിക്കും? നോക്കൂ, ഇപ്പം നമുക്കറിയാം അല്ലെ, വളരെ കൃത്യമായിട്ട് നമുക്കറിയാം. ഒരാൾ ഒരു കയ്യിൽ എന്താ പറയുക തുണിയും വെച്ച് സൂചിയും വെച്ചിട്ട് തുന്നി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ, ഒരു ഡ്രസ്സ് ആവണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 2 ദിവസം എടുക്കും. മനസ്സിലാവുന്നുണ്ടോ? നേരെ മറിച്ച് ഈ ഒരു തുണി ഒരു മെഷീൻ വെച്ചിട്ട് അടിച്ചുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ ദിവസം കൊണ്ട് അയാൾക്ക് ചിലപ്പോൾ 10 ഇതേപോലത്തെ 10 തുണി ചിലപ്പോൾ അയാൾക്ക് തുന്നാൻ പറ്റും.
അപ്പോൾ എന്താ സംഭവിക്കുന്ന അത്രയേ ഉള്ളൂ. മെഷീൻ വെച്ചിട്ട് തുന്നുന്നൊരു കടയുണ്ട്, ആളുകൾ ഇരുന്ന് തുന്നുന്നൊരു സ്ഥലമുണ്ടെന്ന് വിചാരിക്കും. ഇവിടെ ഒരൊറ്റയാൾ സിംഗിൾ പേഴ്സൺ ഒരു മെഷീൻ വെച്ചിട്ട് ഒരു ദിവസം 10 തുണി ഉണ്ടാക്കും. ഇവിടെയാണെന്നുണ്ടെങ്കിൽ 20 പേര് എന്ത് ചെയ്യേണ്ടി വരും? ഇന്ന് കഷ്ടപ്പെട്ടാൽ മാത്രമേ ചിലപ്പോൾ എന്തുണ്ടാവുള്ളൂ, ഒരു ദിവസം കൊണ്ട് ചിലപ്പോൾ ഒരു 10 തുണി ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ 20 പേർക്ക് ഇവിടെ കൂലി കൊടുക്കുന്ന സമയം ഈ ഒരു മെഷീൻ ഇവിടെ വെച്ചിട്ട് ഒരൊറ്റ ആൾക്ക് കൂലി കൊടുത്താൽ മതി, എന്ത് ചെയ്യാൻ പറ്റും? ഇത്രയും തുണി ഉണ്ടാക്കാനായിട്ട് സാധിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഒബ്വിയസ്ലി ഇപ്പുറത്തെ ആൾക്ക് ചിലവ് കൂടുതലായിരിക്കും, എഫേർട്ട് കൂടുതലായിരിക്കും, ഈ പ്രോഡക്റ്റിൻ്റെ വില കൂടുതലായിരിക്കും, പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് സംഭവിക്കുന്നത്. മെഷീൻ മെയ്ഡ് ഗുഡ്സ് വന്നോട് കൂടിയിട്ട് എന്ത് ചെയ്യുകയാണ്? ഉൽപാദനക്ഷമത, പ്രൊഡക്ഷൻ എഫിഷ്യൻസി വല്ലാണ്ട് കൂടുകയും ഒരുപാട് ക്വാണ്ടിറ്റിയിൽ എന്ത് ചെയ്യുന്നു? പ്രൊഡക്ഷൻ നടക്കുകയാണ്. സോ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഇൻക്രീസ്ഡ് ദ പ്രൊഡക്ഷൻ. അപ്പോൾ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്തിലേക്കൊക്കെ കാരണമായി എന്ന് ചോദിച്ചാൽ ഈ പോയിന്റുകളൊക്കെ നിങ്ങൾ ആലോചിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ടെക്സ്റ്റൈൽ പ്രൊഡക്ഷൻ വല്ലാണ്ട് വർദ്ധിച്ചു, അയേൺ ഇൻഡസ്ട്രീസ് വല്ലാണ്ട് വർദ്ധിച്ചു. അപ്പോൾ ഇരുമ്പിൻ്റെ പ്രൊഡക്ഷൻ ആണെന്നുണ്ടെങ്കിലും ടെക്സ്റ്റൈൽ പ്രൊഡക്ഷൻ ആണെന്നുണ്ടെങ്കിലും അയൺ ബേസ്ഡ് ഇൻഡസ്ട്രീസ് ആണെങ്കിലും എല്ലാം എന്ത് ചെയ്യുകയാണ്? വല്ലാണ്ട് മുകളിലേക്ക് എന്ത് ചെയ്യുകയാണ്? വന്നുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇതെന്ത് ചെയ്യുക? ആലോചിക്കുക. ഇനി ഇതിനോടൊപ്പം ഇത് പ്രൊഡക്ഷനാണ് അല്ലേ, ടെക്സ്റ്റൈൽസ്, തുണിത്തരങ്ങളുടെ പ്രൊഡക്ഷൻ, അയൺ, ഇരുമ്പിൻ്റെ പ്രൊഡക്ഷൻ, ഇതൊക്കെ പ്രൊഡക്ഷൻ ബേസ്ഡ് എന്നുള്ള തലത്തിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ നിൽക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇത് മാത്രമാണോ മാറിയത്? അല്ല. ഈ സാധനങ്ങളെല്ലാം ഇവിടെ ഒരു സാധനം എന്ത് ചെയ്തു? പ്രൊഡ്യൂസ് ചെയ്തിട്ടൊരു സാധനം ഇവിടെ വെച്ചിരിക്കുന്നു. ഇത് പ്രൊഡ്യൂസ് ചെയ്തോടെ വെച്ചാൽ മതിയോ? പോരാ. എന്ത് ചെയ്യണം? ഇത് ഓരോരോ ഇടങ്ങളിലേക്ക് എത്തിക്കേണ്ടതായിട്ടുണ്ട് അല്ലേ? ഓരോരോ ABCD എന്ന് പറയുന്ന ഓരോരോ സെൻറ്ററുകളിലേക്ക് ഇത് എത്തിക്കേണ്ടതായിട്ടുണ്ട്. ഇതിന് എന്ത് വേണം? നല്ല എഫിഷ്യൻറ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആവശ്യമുണ്ട്. ആളുകൾ വലിച്ചിരുന്ന വണ്ടികളുണ്ടായിരുന്നു, കുതിരകളും കാളകളും വലിച്ചിരുന്ന വണ്ടികളുണ്ടായിരുന്നു. ഇതിൽ നിന്നും വേഗത എങ്ങനെ കിട്ടാം എന്ന് ചെയ്തു ആളുകൾ ആലോചിക്കാൻ തുടങ്ങി. അപ്പോഴാണ് സ്റ്റീം പവർ എന്ന് പറയുന്നത് ഈ വണ്ടികളുടെ ട്രാൻസ്പോർട്ടേഷന് വണ്ടികളിൽ ഉപയോഗിക്കാൻ പറ്റുമെന്ന് ഇവർ മനസ്സിലാക്കുകയും സ്റ്റീം പവറിൽ ഓടുന്ന വണ്ടികൾ എന്ത് ചെയ്യുകയാണ്? വന്നു തുടങ്ങുകയാണ്. മനസ്സിലാവുന്നത്? സ്റ്റീം പവറിൽ ഓടുന്ന വണ്ടികൾ എന്ത് ചെയ്യുന്നു? വന്നു തുടങ്ങുകയാണ്. സോ ഫാസ്റ്റർ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എന്ത് ചെയ്യുന്നു? ഇവിടെ ആരംഭിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ട്? ഫാസ്റ്റർ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എന്ത് ചെയ്യുകയാണ്? ഇവിടെ ആരംഭിക്കുകയാണ്. അപ്പോൾ സ്റ്റീം പവറിൽ പോകുന്ന ഫാസ്റ്റർ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആരംഭിക്കുന്നു. ഇത് ഇൻക്രീസ്ഡ് പ്രൊഡക്ഷനെ, അതായത് വർദ്ധിച്ച പ്രൊഡക്റ്റുകളെ വളരെ വേഗത്തിൽ കൂടുതൽ ദൂരങ്ങളിലേക്ക് എത്തിച്ച് വിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായം എന്ത് ചെയ്യുകയാണ്? ഈ ഫാസ്റ്റർ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഹെൽപ്പ് ചെയ്യുകയാണ്. ഉദാഹരണങ്ങൾ നോക്കുകയാണെങ്കിൽ റിച്ചാർഡ് ട്രെവിത്തിക്കാണ് പഫിംഗ് ഡെവിൾ എന്ന് പറയുന്ന, ഇതെന്താണ്? ഒരു എഞ്ചിൻ പോലെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം? ബാക്കിയുള്ള ഭാഗങ്ങളെ വലിച്ചു കൊണ്ടുപോകാം. അതുപോലെ തന്നെ സ്റ്റീഫൻസന്റെ ഒരു ലോക്കോമോട്ടീവാണ് ഇതെന്ന് പറയുന്നത്, റോക്കറ്റ് എന്ന് പറയുന്ന ലോക്കോമോട്ടീവിന്റെ ചിത്രമാണ് ഇത് കാണുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഇതെല്ലാം എന്ത് ചെയ്യുകയാണ്? പ്രൊഡക്റ്റുകൾ ഇതിന് പിന്നിൽ വെച്ചുകൊണ്ട് നമ്മുടെ എഞ്ചിൻ്റെ തുടക്കം, ലോക്കോമോട്ടീവ് എഞ്ചിൻ നമ്മൾ പറയില്ല, ആ ലോക്കോമോട്ടീവിൻ്റെ എന്താ പറയുക, ആരംഭങ്ങളാണ് ഈ പഫിംഗ് ഡെവിൾ പറയുന്ന റിച്ചാർഡ് ട്രെവിത്തിക്ക്. ഇത് കോർത്ത് വെക്കുന്ന റിച്ചാർഡ് ട്രെവിത്തിക്ക് ആയിരുന്നു പഫിംഗ് ഡെവിൾ എന്ന് പേരിട്ടിട്ടുള്ള ഈ ലോക്കോമോട്ടീവിൻ്റെ പിന്നിലുണ്ടായിരുന്ന ആള്. സ്റ്റീഫൻസൺ ആയിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? റോക്കറ്റ് എന്ന പേരായിട്ടുള്ള ലോക്കോമോട്ടീവിൻ്റെ പിന്നിലുണ്ടായിട്ടുണ്ടായിരുന്ന ആള്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഫാസ്റ്റർ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷനിലേക്ക് എന്ത് ചെയ്യുകയാണ്? ഈ കാര്യങ്ങൾ എത്തിക്കുകയാണ്. ഇതും ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു പോയിന്റാണ്. നോക്കൂ, ഇതെല്ലാം നമ്മൾ ഓരോന്നായിട്ട് എടുത്ത് ചർച്ച ചെയ്യും, പേടിക്കണ്ട കേട്ടോ, ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞിട്ട് പോവല്ല. ഇനി മെറ്റലർജി, മൈനിങ്, ഇലക്ട്രിസിറ്റി, ഇവിടങ്ങളിലെല്ലാവിടെയും ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ത് ചെയ്യുകയാണ്? വലിയ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരികയാണ്. ഈ മാറ്റങ്ങളെല്ലാം ഒന്നിച്ച് ചേർന്ന്, അപ്പോൾ നോക്കൂ, ഒരു മേഖലയല്ല, വെറുതെ എന്താ പറയുക, കുറേ തുണിയും അയൺ ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കുന്നങ്ങ് കൂടി എന്ന് പറയുന്നതല്ല ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. ഇതിനോട് ചേർന്നുകൊണ്ട് എല്ലാ മേഖലകളും എന്ത് ചെയ്യുകയാണ്? മെക്കനൈസ്ഡ് ആവുകയാണ്, പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുകയാണ്. ഒരു മേഖല എന്ത് ചെയ്യുകയാണ്? മുകളിലേക്ക് പോകുമ്പോൾ അതുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന, അതിനുമായിട്ട് ഇപ്പോൾ നോക്കൂ, ഉൽപ്പാദനം കൂടിയപ്പോൾ അത് വേഗത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ട്രാൻസ്പോർട്ടേഷൻ്റെ പരിപാടികൾ എന്ത് ചെയ്യുകയാണ്? കൂടുന്ന സമയത്ത് എന്ത് ചെയ്തു? സ്റ്റീം എഞ്ചിനും മറ്റും വന്നു.
ഇവ ഓടിത്തുടങ്ങിയപ്പോൾ എന്താണ്, അവയ്ക്ക് തേയ്മാനം വരുന്നു, മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. സോ മെറ്റലർജി റിലേറ്റഡ് ആയിട്ടുള്ള പഠനങ്ങൾ വർദ്ധിക്കുകയാണ്. മെറ്റലുകളും ധാരാളമായിട്ട് കിട്ടണം. മൈനിങ് എന്ത് ചെയ്യുന്നു, അതുകൊണ്ട് എന്താണ് കാര്യക്ഷമമാക്കുന്ന വഴികൾ അവർ നോക്കുകയാണ്. ഈ മൈനിങ്ങും ഈ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഒന്നുകൂടി ഫാസ്റ്റ് ആക്കാൻ ഇലക്ട്രിസിറ്റി പോലെയുള്ള കാര്യങ്ങൾ അവരെന്ത് ചെയ്യുകയാണ്, പഠിച്ചിട്ട് കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ഒന്നിൻ്റെ ഒരു വളർച്ച എല്ലാ ഇടങ്ങളിലേക്കും എന്ത് ചെയ്യുകയാണ്, അതങ്ങ് പടർന്ന് പിടിക്കുകയാണ്. ഈ മൊത്തത്തിലുള്ള ഈ ഒരു ഹോൾ പ്രോസസ് ഓഫ് ഹോൾ എന്താ പറയുക ചേഞ്ചിനെയാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന പേരിൽ നമ്മൾ വിളിക്കുന്നത്. മനസ്സിലായോ? കൃത്യമല്ലേ? ആ ഭാഗം മനസ്സിലായല്ലോ. സോ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ് എന്നൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ്. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് എന്തുകൊണ്ട് ബ്രിട്ടീഷ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ബ്രിട്ടീഷ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് അടുത്ത പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഇത് വളരെ കൃത്യമായിട്ട് നിങ്ങൾ ഓർത്തു വയ്ക്കുക. കാരണം KS പോലെയുള്ള എക്സാമിനേഷൻസിലെല്ലാം ഇത്തരത്തിൽ ഒരു ചോദ്യം വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. മനസ്സിലാവുന്നുണ്ടോ? KS പോലെയുള്ള എക്സാമുകളിൽ നിങ്ങൾക്ക് കൺസെപ്റ്റ് അറിയുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ചോദ്യം ചോദിക്കാൻ നല്ല സാധ്യത. അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ പരീക്ഷകളും ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് കൺസെപ്റ്റുകൾ അറിയുന്നുണ്ടോ എന്ന് നോക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഡിഗ്രി ലെവൽ പരീക്ഷകളിലൊക്കെ വളരെ അപ്ലിക്കേഷൻ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഹിസ്റ്ററിയിലാണെന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് ജിയോഗ്രഫി പോലുള്ള ഇടങ്ങളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, എന്തുകൊണ്ട് ബ്രിട്ടീഷുകാർ, യൂറോപ്പിൽ ഒരുപാട് വേറെ ശക്തികൾ ഉണ്ടായിരുന്നല്ലോ, ഈ ശക്തികളിൽ മറ്റാർക്കും കിട്ടാത്ത ഒരു എന്താ പറയുക ഒരു മുൻതൂക്കം എന്തുകൊണ്ട് ബ്രിട്ടീഷുകാർക്ക് കിട്ടി എന്ന് നമുക്കൊന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റിയാണ്. ബാക്കി ചുറ്റുമുള്ള യൂറോപ്പിലെ രാജ്യങ്ങളെല്ലാം അവിടുത്തെ രാജവംശവും മറ്റിടങ്ങളുമെല്ലാം വീണും പ്രശ്നങ്ങളായും വിപ്ലവങ്ങളിലൂടെയും കടന്നുപോയിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർക്ക് വളരെ സമാധാനപരമായിട്ടുള്ളൊരു പീരീഡ് ഇവിടെ കിട്ടുകയാണ്. മനസ്സിലാകുന്നുണ്ട്? വളരെ സമാധാനപരമായിട്ടുള്ളൊരു പീരീഡാണ് അവർക്ക് എന്ത് ചെയ്യുന്നത്, അവരുടെ നാട്ടിൽ ഈ ഒരു കാലഘട്ടത്തിൽ കിട്ടുന്നത്. ഇത് വളരെ കൃത്യമായി ഡിസിഷൻസ് എടുക്കാനും മറ്റ് യുദ്ധങ്ങളും മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു അവസ്ഥ എന്ത് ചെയ്യുകയാണ്, അവർക്ക് ഇൻഡസ്ട്രിയൽ റവല്യൂഷനെ നല്ല രീതിയിൽ അവർക്ക് ഉപയോഗപ്പെടുത്താനുമുള്ള ഒരു അവസരം, ഒരു ടൈം പീരീഡ് അവർക്ക് കൊടുക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, ഇവിടെ കോമൺ ലോസ്, കോമൺ ആയിട്ടുള്ള നിയമങ്ങൾ, ലാംഗ്വേജുകൾ, അതുപോലെ തന്നെ എന്താ പറയുക സിംഗിൾ കറൻസി ആൻഡ് മാർക്കറ്റ്. അതായത് അവർക്ക് ഒരൊറ്റ കറൻസിയും ഒരു സിംഗിൾ ആയിട്ടുള്ള കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു മാർക്കറ്റും ബ്രിട്ടീഷുകാർക്ക് ഉണ്ടായിരുന്നു. ഇവയോരോന്നും നോക്കൂ, ഇതൊക്കെ എന്താ കോമൺ 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 സിംഗിൾ, ഈ വാക്കുകളുടെ അർത്ഥം എന്താ, സിംഗിൾ കോമൺ, ഇതൊക്കെ എന്താ കൺട്രോൾ ചെയ്യാൻ എളുപ്പമാണ്. ഒരൊറ്റ ഇടത്ത് എന്താ ഡിസിഷൻ മേക്കിംഗ് എളുപ്പമാണ്. ഇതിൻ്റെയൊക്കെ ആഫ്റ്റർ എഫക്റ്റ് എന്താ, ഡിസിഷൻ മേക്കിംഗ് ഈസ് വെരി ഈസി. ഒരു ഡിസിഷൻ വൃത്തിയായിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിലെന്ത് ചെയ്യും, ആ ഹോൾ ബോഡി എന്ത് ചെയ്യും, മൂവ് ചെയ്തോളും. മനസ്സിലാവുന്നുണ്ടോ? കോമൺ ലോസ്, ഇവിടെ ഒരു ലോ മാറ്റിക്കഴിഞ്ഞാൽ അത് എല്ലായിടത്തും ബാധകമാകും. ലാംഗ്വേജ് എളുപ്പമാണ്. ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് മാത്രം അവിടെ എന്ത് ചെയ്യുമ്പോൾ സംസാരിച്ചാൽ മതി. സിംഗിൾ കറൻസി, മനസ്സിലാവുന്നുണ്ടോ? സിംഗിൾ കറൻസി എന്ന രീതിയിൽ എന്താണ്, കൊടുക്കൽ വാങ്ങലുകൾ വളരെ എളുപ്പമാണ്. പല പല രീതിയിലുള്ള കച്ചവട രീതികളില്ല. മാർക്കറ്റ് സിംഗിൾ മാർക്കറ്റാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതെല്ലാം എന്ത് ചെയ്യുന്നു, ബ്രിട്ടീഷ് ലീഡർഷിപ്പിലേക്ക് വലിയൊരു ബൂസ്റ്റ് ആകുന്ന കാരണമായിട്ട് മാറുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ഇപ്പോഴും പലയിടങ്ങളിലും ഈ പണ്ടത്തെ ഒരു ബാർട്ടർ സിസ്റ്റം എന്നുള്ള രീതിയിൽ യൂറോപ്പിലും മറ്റിടങ്ങളിലേക്കും അവരെന്ത് ചെയ്യുകയാണ്, കൊടുക്കൽ വാങ്ങലുകൾ നടത്തിയിരുന്ന സമയത്ത് ഇവിടെ ബ്രിട്ടീഷ് എന്താ പറയുക രാജ്യത്ത് കൃത്യമായിട്ട് പണം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. യൂസ് ഓഫ് മണി, അതായത് എക്സ്റ്റെൻസീവ് യൂസ് ഓഫ് മണി. പണത്തിൻ്റെ എന്താ പറയുക രീതിയിൽ ഇടപാട് നടത്തുന്ന സമയത്ത് കച്ചവടം വളരെ സ്മൂത്താണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ A എന്ന് പറയുന്ന പ്രൊഡക്റ്റ് അങ്ങോട്ട് കൊടുക്കണം, B എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഇങ്ങോട്ട് വാങ്ങണം. അപ്പോൾ എത്ര എമൗണ്ട് ഓഫ് A കൊടുത്താൽ എത്ര എമൗണ്ട് ഓഫ് B കൊടുക്കും, ഇത് തമ്മിൽ ഭയങ്കര പ്രശ്നമായിരിക്കും. നേരെ മറിച്ച് Aക്ക് ഇത്ര റുപ്പീസാണ്, Bക്ക് ഇത്ര റുപ്പീസാണ് എന്ന് പണത്തിൻ്റെ മാത്രം തരത്തിൽ കച്ചവടം നടക്കും. എന്താണ്, വേറെ പ്രശ്നമില്ല, ഇത് കൊടുത്തു ഇത് കൊടുത്തു. അല്ലാണ്ട് ഈ പ്രൊഡക്റ്റ് മാറ്റവും മറ്റും എന്താണ്, ഒട്ടും തന്നെ അഭികാമ്യമല്ലാത്ത ഒരു പ്രശ്നം എന്ത് ചെയ്യും, ഒരു വല്ലാത്ത കൺഫ്യൂഷൻ ഉണ്ടാക്കും. അപ്പോൾ എക്സ്റ്റെൻസീവ് യൂസ് ഓഫ് മണി ആസ് എ മീഡിയം ഓഫ് എക്സ്ചേഞ്ച് എന്ത് ചെയ്യുകയാണ്, വൈ ബ്രിട്ടീഷ് എന്ത് ചെയ്യുകയാണ്, ഈ രീതിയിൽ എന്താ പറയുക ലെഡ് ദിസ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് ചോദിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഉത്തരം എന്ന് പറയുന്നത് ഏത് തന്നെയാണ്, ഈ ഒരു ഉത്തരം തന്നെയാണ് എന്ന് ആലോചിക്കുക. എക്സ്റ്റെൻസീവ് യൂസ് ഓഫ് മണി. ഇപ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പോഴും ഒരു എന്താ പറയുക സിംഗിൾ കറൻസി, സിംഗിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം എന്ന് പറയുന്ന ഏതൊരു ഭാഗത്ത് നിങ്ങൾ ഉദ്ദേശിച്ചാൽ മനസ്സിലാക്കും, അവിടെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവർ പ്രധാനമായിട്ടും നോക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഈ ഭാഗവും എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അടുത്ത എന്താണ്, എഫക്ട്സ് ഓഫ് നെപ്പോളിയൻസ് കോണ്ടിനെൻ്റൽ സിസ്റ്റം.
കോണ്ടിനെന്റൽ സിസ്റ്റം ബേസിക്കലി നെപ്പോളിയൻ എന്ത് ചെയ്യുകയാണ്, നെപ്പോളിയൻ യൂറോപ്പിൻ്റെ വിവിധങ്ങളായിട്ട് പോർട്ടുകളെ എന്ത് ചെയ്യുകയാണ്, ബ്ലോക്ക് ചെയ്യുന്ന രീതിയിലൊരു പ്രോസസ്സ് നെപ്പോളിയൻ്റെ രീതി എന്താണ് നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. ഇത് ബ്രിട്ടീഷ് നേവൽ ഫോഴ്സിനെയും ബ്രിട്ടീഷ് പോർട്ടുകളെയും എന്ത് ചെയ്യുകയാണ്, പക്ഷേ ഈ ബ്ലോക്കേഡ് ബാധിക്കുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇത് എന്തിലേക്ക് നയിക്കുന്നു, ബ്രിട്ടൻ്റേതായിട്ടുള്ള, അതായത് ബ്രിട്ടൻ്റേതായിട്ടുള്ള അതിശക്തമായിട്ടുള്ള എന്ത് നടക്കുകയാണ്, ഒരു ഇടപെടലിനും അതെന്ത് ചെയ്യുകയാണ്, ബ്രിട്ടീഷുകാരെ ഇത് നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ബ്രിട്ടനിൽ എന്ത് ചെയ്യുകയാണ്, ഈ രീതിയിൽ അതിശക്തമായിട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു, അതായത് നെപ്പോളിയൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഈ ഒരു എന്താ പറയുന്നത്, ഈ ഒരു ഇഷ്യൂ എന്ത് ചെയ്യുന്നുണ്ട്, വളരെയധികം സഹായിച്ചിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? നെപ്പോളിയനിക് ആയിട്ടുള്ള ആ കാലഘട്ടത്തിൽ നടന്ന യുദ്ധങ്ങൾ, നെപ്പോളിയൻ്റെ ഈ കോണ്ടിനെൻ്റൽ സിസ്റ്റം എന്ന് പറഞ്ഞ ഈ ഒരു ബ്ലോക്കേഡ് പ്രോസസ്സും എന്ത് ചെയ്തിട്ടുണ്ട്, വളരെ ശക്തമായിട്ട് ഇതിലേക്ക് ഒരു പോയിൻ്റായിട്ട് മാറിയിട്ടുണ്ട്. ഇനി മറ്റൊന്ന് ഏതാ, അബണ്ടന്റ് ഡെപ്പോസിറ്റ്സ് ഓഫ് അയേൺ ആൻഡ് കോൾ ഇൻ ദി ഇൻഡസ്ട്രി. നോക്കൂ, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഏറ്റവും അധികം ഉപയോഗം വന്നിരുന്ന 2 പ്രൊഡക്റ്റുകളാണ് അയേണും കോളും. മനസ്സിലാവുന്നുണ്ടോ? ഇൻഡസ്ട്രികളിൽ ടൂൾസും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കാൻ അയേൺ വേണമായിരുന്നു, എനർജി പ്രൊഡക്ഷന് കോൾ ആവശ്യമായിരുന്നു. അയേണും കോളുമാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള 2 പില്ലറുകൾ ഉണ്ടായിരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ കോൾ ആൻഡ് അയേൺ റിസർവ്സ് ഇൻ ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് എന്തായിരുന്നു, വളരെയധികം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടും ഇറക്കുമതി ചെയ്യേണ്ട ആവശ്യം ബ്രിട്ടൻ ഉണ്ടായിരുന്നില്ല. ഇത് ബ്രിട്ടൻ എന്ത് ചെയ്തു, വളരെയധികം ഇൻഡിപെൻഡൻ്റ് ആക്കിയിട്ട് ഈ ഒരു എന്താ പറയുക, ഇൻഡസ്ട്രിയൽ റവല്യൂഷനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിച്ചു. ഇനി അതുപോലെ തന്നെ മറ്റൊന്നാണ് അഗ്രേറിയൻ റവല്യൂഷൻ നടന്നത്. ഏതാണ് അഗ്രേറിയൻ റവല്യൂഷൻ? അതായത് ഒരു മൂവ്മെൻറ്റ് നമ്മൾ ഉടനെ തന്നെ കാണുന്നതായിരിക്കും, അതായത് എൻക്ലോഷർ മൂവ്മെൻറ്റ് എന്ന് പറയും. ഏതാണ് എൻക്ലോഷർ മൂവ്മെൻറ്റ് എന്ന് പറയും. എന്താണ് എൻക്ലോഷർ മൂവ്മെൻറ്റ്? എൻക്ലോഷർ മൂവ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞു സ്ഥലങ്ങൾ കുറേ ഉണ്ടായിരുന്നുള്ളൂ. ഈ കുഞ്ഞു സ്ഥലങ്ങളെ എല്ലാത്തിനെയും കൂടി ഒന്നിച്ച് ചേർത്ത് വലിയ ഏരിയകളാക്കിയിട്ട് അവിടുത്തെ ആളുകൾ മാറ്റുകയും അവിടുത്തെ വലിയ ലാൻഡ് ലോഡുകൾ, ബിഗ് ലാൻഡ് ലോഡ്സ് എന്ത് ചെയ്യുകയാണ്, ഇവർ ചെറിയ ഫാർമേഴ്സിൻ്റെയും പെസൻസിൻ്റെയൊക്കെ ഈ എന്താ പറയുക ഭൂമി എന്ത് ചെയ്യുകയാണ്, കംപ്ലീറ്റ് പിടിച്ചെടുക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? പിടിച്ചെടുത്തിട്ട് ഇത് മുഴുവൻ വലിയ ഭൂമിയായിട്ട് ഈ ഒരൊറ്റ ലോഡിൻ്റെ അടുത്ത് ഈ വലിയ ഭൂമി മൊത്തം വരികയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എന്തായി, ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന രീതി ഏതാണ്, ഫ്യൂഡലിസം ആയിരുന്നു അല്ലേ? ഫ്യൂഡലിസത്തിൽ എങ്ങനെയാ, ഭൂമി കയ്യിലുള്ള ആൾ എന്ന തലത്തിലാണ് വരുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു, ഈ ഭൂമി പലതായി ഉണ്ടായിരുന്ന ഭൂമി എല്ലാം എന്ത് ചെയ്യുകയാണ്, ഒരാളുടെ കയ്യിലേക്ക് വന്നു ചേരുകയും ഈ ഭൂമി ഒന്നാകെ പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കാൻ തുടങ്ങുകയും ചെയ്യുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ അഗ്രേറിയൻ റവല്യൂഷൻ ഈ നടന്നത് അഗ്രേറിയൻ തലത്തിൽ എന്ത് ചെയ്യുകയാണ്, പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുന്നുണ്ട്, പ്രൊഡക്റ്റുകൾ വർദ്ധിക്കുന്നുണ്ട് എന്ന ഭാഗം നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും എന്തുകൂടി ഇവിടെ നടക്കുന്നുണ്ട്, അൺഎംപ്ലോയ്മെൻറ്റ് സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. എന്ത് സൃഷ്ടിക്കപ്പെടുന്നുണ്ട്, അൺഎംപ്ലോയ്മെൻറ്റ് സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അൺഎംപ്ലോയ്മെൻറ്റ് സൃഷ്ടിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, ഈ ഭൂമികളിൽ ഉണ്ടായിരുന്ന ചെറിയ കുറേയധികം ആരുണ്ട്, കുറേയധികം ചെറിയ കർഷകരുണ്ട്. ഈ ചെറിയ കർഷകർ ഒന്നാകെ എന്ത് ചെയ്യുന്നു, അൺഎംപ്ലോയിഡ് ആയി മാറുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അൺഎംപ്ലോയിഡ് ആവുകയാണ്. അപ്പോൾ അൺഎംപ്ലോയിഡ് ആവുന്ന ഈ ആളുകളെല്ലാവരും എന്ത് ചെയ്തു, ഇവരെല്ലാവരും സിറ്റിയിലേക്ക് പോകാൻ തുടങ്ങുകയാണ്. എവിടേക്ക് പോകാൻ തുടങ്ങുകയാണ്, സിറ്റിയിലേക്ക് പോകാൻ തുടങ്ങുകയാണ്. ഈ സിറ്റിയിലേക്ക് പോയ ഇവർ എന്തായി മാറുന്നുണ്ട്, സിറ്റിയിലേക്ക് പോയ ഇവരെല്ലാവരും ചീപ്പ് ലേബർ ആയി മാറുകയാണ്. വളരെ കുറഞ്ഞ പൈസയ്ക്ക് പണിയെടുക്കുന്ന ഒരുപാട് പേരെ കിട്ടുകയാണ്. ഇത് എന്തിലേക്ക് നയിച്ചു, ഇൻഡസ്ട്രിയൽ റവല്യൂഷനിലേക്ക് നയിക്കുന്നുണ്ട്. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എപ്പോഴേ നടക്കുള്ളൂ, കുറഞ്ഞ പൈസയ്ക്ക് വലിയ പ്രൊഡക്ഷൻ നടക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഇതിന് വേണ്ടിയിട്ടുള്ള വളരെ നല്ല ഒരു എന്താ പറയുക, ഒരു ടീമായിട്ട് ഈ ചീപ്പ് ലേബർ മാറുകയാണ്. അതാണ് അടുത്ത പോയിന്റ്. ചീപ്പ് ലേബർ ഇൻ ദ ഫോം ഓഫ് പീപ്പിൾ ഹു മൈഗ്രേറ്റഡ് ടു ടൗൺസ് ഇൻ ലാർജ് നമ്പേഴ്സ്. അതിലേക്ക് നയിച്ചത് എന്തായിരുന്നു, ഈ പറഞ്ഞ അഗ്രേറിയൻ റവല്യൂഷനും ഈ എൻക്ലോഷർ മൂവ്മെൻറ്റുമായിരുന്നു. എന്താണ് എൻക്ലോഷർ മൂവ്മെൻറ്റ് എന്ന് മനസ്സിലായല്ലോ? ഞാൻ ഇവിടെ വലുതാക്കി എഴുതാം. എൻക്ലോഷർ മൂവ്മെൻറ്റ് മനസ്സിലാവുണ്ടോ? എൻക്ലോഷർ മൂവ്മെൻറ്റ്. അപ്പോൾ എൻക്ലോഷർ മൂവ്മെൻറ്റ് എന്ത് ചെയ്യുകയാണ്, ഇവിടെ നടക്കുകയാണ്. ഈ എൻക്ലോഷർ മൂവ്മെൻറ്റ് എന്തിലേക്ക് നയിക്കുകയാണ്, ഈ ഒരു അഗ്രേറിയൻ റവല്യൂഷൻ
എൻക്ലോഷർ മൂവ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ ഭൂമി എല്ലാം പിടിച്ച് വലിയ ലാൻഡ് ആക്കിയിട്ട് ലാൻഡ് ലോഡുകൾ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. ഈ ലാൻഡ് ലോഡുകൾ ഇത് വലിയ രീതിയിൽ ഇത് ഉപയോഗിച്ചപ്പോൾ, ലാൻഡ് ലോഡ്സ് ഈ ഭാഗം എന്താണ് വലിയ രീതിയിൽ ഉപയോഗിച്ചപ്പോൾ അത് എന്തിലേക്ക് നയിക്കുകയാണ്? ഇവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ അൺഎംപ്ലോയ്മെൻറ്റിലേക്ക്, ഇവർ സിറ്റിയിലേക്കുള്ള മൈഗ്രേഷനിലേക്ക്, സിറ്റികളിൽ ചീപ്പ് ലേബറിൻ്റെ അവൈലബിലിറ്റിയിലേക്ക് ഒക്കെ നയിക്കുകയാണ്. ഇത് എന്ത് ചെയ്യുന്നു? ബ്രിട്ടനിൽ നടന്ന ഈ സംഭവങ്ങളുടെ ഈ ക്രോണോളജി ഇൻ ഷോർട്ട് എന്തിലേക്ക് നയിക്കുകയാണ്? വളരെ വലിയ പ്രൊട്ടക്ഷനിലേക്ക് കാര്യങ്ങളെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുകയാണ്. അപ്പോൾ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറയുന്ന ഈ ഒരു കാര്യം ബ്രിട്ടനിൽ എന്തുകൊണ്ട് ഇത്രയധികം നല്ല രീതിയിൽ നടന്നു എന്ന് കുട്ടികൾക്ക് മനസ്സിലായോ? വളരെ വ്യക്തമായിട്ട് മനസ്സിലായോ? കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ഈ ഭാഗം ഒന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? സംശയം എല്ലാ ഭാഗത്ത് എന്ന് വിചാരിക്കുകയാണ്. അടുത്ത ഭാഗത്തേക്ക് പോയാലോ? നെക്സ്റ്റ് പോയിന്റ്. ഈ സംഭവങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞ ഈ ഓരോരോ പോയിന്റുകളും എന്തിലേക്കാണ് നയിക്കുന്നത്? ഗ്രോത്ത് ഓഫ് ടൗൺസ്. ടൗണുകൾ, വലിയ രീതിയിലുള്ള ടൗണുകൾ എന്ത് ചെയ്യുന്നു? പെട്ടെന്ന് അങ്ങോട്ട് പൊട്ടി മുളയ്ക്കാൻ തുടങ്ങി. അതായത് യൂറോപ്പിൽ ഒന്നാകെ ആ കാലഘട്ടത്തിൽ ഉണ്ടായ പുതിയ വലിയ ടൗണുകളിൽ 11 എന്താണ്? പുതിയ ന്യൂ അർബൻ സെൻറ്റേഴ്സും എവിടെയായിരുന്നു? ബ്രിട്ടനിലായിരുന്നു. മനസ്സിലാകുന്നുണ്ടോ? ബ്രിട്ടനിലായിരുന്നു. 11 അർബൻ സെൻറ്റേഴ്സും ബ്രിട്ടനിലായിരുന്നു യൂറോപ്പിൽ ഉണ്ടായത് എന്ന കാര്യം എന്ത് ചെയ്യുക? ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മനസ്സിലാവുന്നുണ്ടോ? പിന്നെന്താണ്? ദ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട്. ഏതാണ്? ദ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട്. 1694 ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് സ്ഥാപിക്കപ്പെടുകയാണ്. ഈ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ സ്ഥാപനം ഇംഗ്ലണ്ടിലെ ബാങ്കിങ് സിസ്റ്റത്തിൻ്റെ ഗ്രോത്തിന് വലിയ സഹായമാവുകയാണ്. എന്താ ഇതിൻ്റെ ഇമ്പോർട്ടൻസ്? ബാങ്ക് ഉണ്ടായപ്പോൾ എന്താ? ബാങ്കാണ് എന്ത് കൊടുക്കുന്നത്? ക്രെഡിറ്റ് കൊടുക്കുന്നത്. ക്രെഡിറ്റ് അവൈലബിലിറ്റി എന്ത് ചെയ്യുകയാണ്? ക്രെഡിറ്റ് അവൈലബിലിറ്റി വർദ്ധിക്കുകയാണ്. അതായത് ലോൺ കൊടുക്കൽ. ക്രെഡിറ്റ് എന്ന് വെച്ചാൽ ലോൺ കൊടുക്കൽ. മനസ്സിലാവുന്നുണ്ടോ? ലോണുകൾ കൊടുക്കുക. അതാണ് ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. ഈ ലോണുകൾ എന്തിനാവശ്യമാണ്? ഇൻവെസ്റ്റ്മെൻറ്റിന് അന്നത്തെ കാലത്ത് ആവശ്യമാണ്. ഇന്നത്തെ പോലെ സ്റ്റോക്ക് മാർക്കറ്റും ഈ പൈസ റേസ് ചെയ്യുന്ന പരിപാടിയൊക്കെ ഒഫീഷ്യലായിട്ട് വലിയ രീതിയിലില്ല. അന്ന് ഈ ബാങ്കിങ് സിസ്റ്റമാണ് പണം എത്തിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ ക്രെഡിറ്റ് അവൈലബിലിറ്റി, ലോൺ അവൈലബിലിറ്റി വർദ്ധിച്ചതോട് കൂടിയിട്ട് എന്ത് ചെയ്യുന്നു? വലിയ എമൗണ്ട് വാങ്ങി കച്ചവടം ചെയ്യാനുള്ള എബിലിറ്റി ഒരുപാട് ആളുകൾക്ക് കൂടുകയാണ്. ഇതും വലിയ രീതിയിലുള്ള പ്രൊഡക്ഷനിലേക്ക് എന്ത് ചെയ്യുന്നു? കാര്യങ്ങൾ ചെയ്യുന്നു. സോ ഒരു റോബസ്റ്റ് സ്ട്രോങ് ബാങ്കിങ് സിസ്റ്റം എന്ത് ചെയ്യുന്നു? ഇംഗ്ലണ്ടിൽ ഉണ്ടാവുകയാണ്. ഇതും ഇംഗ്ലണ്ടിനെ എന്ത് ചെയ്യുന്നുണ്ട്? ബാക്കിയുള്ള ആളുകളെക്കാളും ഒരുപാട് മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത്, വളരെ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് ഫ്രാൻസിലെയും ഇറ്റലിയിലെയും വളരെ പ്രശസ്തമായിരുന്ന മെഡിറ്ററേനിയൻ പോർട്സിൽ നിന്നും കച്ചവടത്തിൻ്റെ ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് എവിടേക്ക് മാറുകയാണ്? ബ്രിട്ടൻ്റെയും ഹോളണ്ടിൻ്റെയൊക്കെ പോർട്ടുകളിലേക്ക് മാറുന്നത് പിന്നീട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കാണുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇനി അതും കഴിഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് നെറ്റ്വർക്ക് ഓഫ് റിവേഴ്സ് ഇൻ ഇംഗ്ലണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമായിരുന്നു. ഇംഗ്ലണ്ട് മൊത്തം എങ്ങനെ എടുക്കുകയാണ് നമ്മളെന്നുണ്ടെങ്കിൽ, ഇവിടെ പലയിടങ്ങളിലായിട്ട് എന്ത് ചെയ്യുമായിരുന്നു? ഒഴുകുന്ന പല പല നദികളുണ്ടായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഈ നദികളെയൊക്കെ കണക്ട് ചെയ്ത് ഇവരെന്ത് സൃഷ്ടിക്കുകയാണ്? കനാൽ സിസ്റ്റങ്ങൾ ധാരാളമായിട്ട് സൃഷ്ടിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇതോടുകൂടി കൽക്കരി, ഇരുമ്പ്, ബാക്കിയുള്ള തുണിത്തരങ്ങൾ ഇവയെല്ലാം പോർട്ടുകളിൽ നിന്ന് കൊണ്ടുവന്ന് ഒരു സ്ഥലത്ത് നിന്ന് മറ്റ് സ്ഥലത്തേക്ക് സുഖമായി എത്തിക്കാനുള്ള ചീപ്പ് ആൻഡ് ഹെവി ആയിട്ട് ഒരുപാട്, അത് ട്രെയിനുകൾ അതിശക്തമായി ഓടിത്തുടങ്ങുന്നതിന് മുൻപ് വളരെ ചീപ്പായി മാസ്സായിട്ടുള്ള എമൗണ്ട് ഓഫ് സാധനങ്ങൾ എത്തിക്കാനുള്ള ഒരു വലിയ മാർഗമായിട്ട് ഈ നെറ്റ്വർക്ക് ഓഫ് റിവേഴ്സ് ഇൻ ഇംഗ്ലണ്ട് ചീപ്പർ ആൻഡ് ഫാസ്റ്റർ ആയിട്ട് എന്ത് ചെയ്യുകയാണ്? നടക്കാനായിട്ട് തുടങ്ങുകയാണ്. പിന്നീട് വളരെ കുറഞ്ഞ കാലഘട്ടം കൊണ്ട് എന്ത് ചെയ്യുന്നു? കോൾ എന്ത് ചെയ്യുകയാണ്? ചാർക്കോളിനെ റീപ്ലേസ് ചെയ്യും. ചാർക്കോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് എന്താണ്? മരം തന്നെയാണ് അല്ലേ? മരത്തിൻ്റെ കുറച്ച് മാറിയൊരു ഭാഗമാണ്. കോൾ ഒന്നുകൂടി ചൂടാക്കിയിട്ട് വളരെ നല്ല ഇന്ധനമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കാർബൺ കണ്ടന്റ് കൂടിയൊരു ഭാഗമാണ് കോൾ എന്ന് പറയുന്നത്. കോൾ ഒന്നും കൂടി കാർബൺ കണ്ടന്റ് കൂടിയിട്ട് നല്ല എഫിഷ്യൻ്റ് ആകുമ്പോഴാണ് കോക്കായി മാറുന്നത് അല്ലേ? അപ്പോൾ ഈ കോള് അത്രയും കാലം ഉപയോഗിച്ച ചാർക്കോളിനെ റീപ്ലേസ് ചെയ്യുകയാണ്. ഇതെന്തിലേക്ക് നയിക്കുന്നു? മെൽറ്റിംഗ്. അതായത് ഇരുമ്പും മറ്റും ഉണ്ടാക്കില്ല, ഇരുമ്പ് ഉരുക്കണമല്ലോ. ഈ ഉരുക്കലിനും അതുപോലെ തന്നെ എന്താ പറയുക, സ്മെൽറ്റിംഗ് പ്രോസസ്സ് നടക്കണമല്ലോ. ഈ സ്മെൽറ്റിംഗ് പ്രോസസ്സിന് മുമ്പ് എന്ത് ചെയ്യണം? ഇതിനെ മെൽറ്റ് ചെയ്യണം. അപ്പോൾ ഈ മെൽറ്റിംഗ് പ്രോസസ്സിലേക്ക് എന്ത് ചെയ്യുകയാണ്? ഈ കോളിൻ്റെ ഉപയോഗം വളരെ എഫിഷ്യൻ്റായി വളരെ ചുരുങ്ങിയ സമയത്തിൽ നല്ല എനർജിയോടുകൂടി കത്തിക്കുകയും അതെന്ത് ചെയ്യുകയാണ്? ഇവയെ ഒന്ന് നല്ലതായിട്ട് മെൽറ്റ് ചെയ്തെടുക്കാനുമായിട്ട് എന്ത് ചെയ്യുകയാണ്? സഹായിക്കാനായിട്ട് തുടങ്ങുകയാണ്. അപ്പം ഈ ഒരു രീതിയിലാണ് എന്ത് സംഭവിക്കുന്നത്? ഇംഗ്ലണ്ട്, നമ്മുടെ ബ്രിട്ടീഷ് ലീഡർഷിപ്പ്
ഇൻഡസ്ട്രിയൽ റെവല്യൂഷനിൽ നമുക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? സോ ബ്രിട്ടീഷ് ലീഡർഷിപ്പ് എന്ത് ചെയ്യുന്നു? ഈ രീതിയിൽ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി, കോമൺ ലോസ്, ലാംഗ്വേജസ്, സിംഗിൾ കറൻസി ആൻഡ് സിംഗിൾ മാർക്കറ്റ്, എക്സ്റ്റെൻസീവ് യൂസ് ഓഫ് മണി ആസ് എ മീഡിയം ഓഫ് എക്സ്ചേഞ്ച്, ഇൻക്രീസിങ് ഡിമാൻഡ് ഫോർ ബ്രിട്ടീഷ് ഗുഡ്സ് ഇൻ യൂറോപ്പ്. ബ്രിട്ടീഷ് ഗുഡ്സ് ഇത് ഞാൻ പറഞ്ഞിരുന്നായിരുന്നില്ല അല്ലേ? അതായത് ഈ രീതിയിൽ ബ്രിട്ടീഷുകാർ വളരെ എഫക്റ്റീവായി എഫിഷ്യൻ്റായി ലാർജ് എമൗണ്ടിൽ സാധനങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ കോമ്പറ്റീഷൻ ബ്രിട്ടൻ്റെ ഉള്ളിൽ തന്നെ കൂടുകയും ഗുഡ്സിൻ്റെ ക്വാളിറ്റി കൂടുകയും അവയുടെ അവൈലബിലിറ്റി ആവശ്യമുണ്ടോ വേഗം ഗുഡ്സ് കിട്ടും, ആ തലത്തിൽ എന്താണ് എഫിഷ്യൻസി കൂടുകയാണ്. ഇത് ബ്രിട്ടീഷ് ഗുഡ്സിന് യൂറോപ്പിൽ വലിയ ആവശ്യക്കാരെ ഉണ്ടാക്കുകയാണ്. ഇതും എന്ത് ചെയ്യുന്നുണ്ട്? ബ്രിട്ടീഷുകാരെ മുന്നിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ നെപ്പോളിയൻ്റെ കോണ്ടിനെൻ്റൽ സിസ്റ്റം, അതായത് ബ്ലോക്കേഡ്സ് ഓഫ് പോർട്ടുകൾ, ഇത്തരം കാര്യങ്ങളൊക്കെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നുണ്ട്? ബ്രിട്ടീഷുകാരെ ആളുകളെ കൂടുതൽ ഡിപ്പെൻഡൻ്റ് ആക്കാൻ കാരണമായിട്ടുണ്ട്. അബണ്ടൻറ്റ് ഡെപ്പോസിറ്റ്സ് ഓഫ് അയേൺ ആൻഡ് കോൾ, അല്ല അയേണും കോളുമായിരുന്നു ഇൻഡസ്ട്രിയൽ റെവല്യൂഷനെ എന്താ പറയുക ഫ്യൂവൽ ചെയ്തിട്ടുണ്ടായിരുന്ന രണ്ട് പ്രധാനപ്പെട്ട സോഴ്സുകൾ. ഇത് രണ്ടും ബ്രിട്ടനിൽ ധാരാളം ഉണ്ടായിരുന്നു. അഗ്രേറിയൻ റെവല്യൂഷൻ നമ്മൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ അഗ്രേറിയൻ റെവല്യൂഷനാണ് എന്തിലേക്ക് പതുക്കെ പതുക്കെ നയിക്കുന്നത് എന്ന കാര്യവും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു രീതിയിലുള്ള ഒരു എന്താ പറയുക ആളുകളുടെ ചെറിയ ചെറിയ ഭാഗങ്ങൾ എന്ത് ചെയ്യുകയാണ്? പിടിച്ചെടുക്കുന്നു. ഈ പിടിച്ചെടുത്ത ഇടങ്ങൾ എന്തിലേക്ക് നയിക്കുകയാണ്? എൻക്ലോഷർ മൂവ്മെൻറ്റിലൂടെ എന്ത് ചെയ്യുകയാണ്? വലിയ ഏരിയകളാക്കി മാറ്റുന്നു. അതായത് എൻക്ലോഷർ മൂവ്മെൻറ്റ് എന്തിലേക്ക് നയിക്കുന്നു? കുഞ്ഞു കുഞ്ഞു കർഷകരുടെ ഭൂമികളെല്ലാം എന്ത് ചെയ്യുകയാണ്? വലിയ വലിയ ലാൻഡ് ലോഡ്സ് പിടിച്ചെടുത്ത് അതെന്ത് ചെയ്യുകയാണ്? വലിയ ഭാഗങ്ങളാക്കിയിട്ട് മാറ്റുകയാണ്. മനസ്സിലാവുന്നുണ്ട്? വലിയ ഭാഗങ്ങളാക്കിയിട്ട് മാറ്റുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇനി ചീപ്പ് ലേബർ ഇൻ ദ ഫോം ഓഫ് പീപ്പിൾ ഹു മൈഗ്രേറ്റഡ് ടു ടൗൺസ് ഇൻ ലാർജ് നമ്പേഴ്സ്. ഈ അഗ്രേറിയൻ റെവല്യൂഷനാണ് ഈ ആളുകളുടെ മൈഗ്രേഷൻ എന്ത് ചെയ്യുന്നത്? കാരണവും ആകുന്നത് എന്നും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ വരവ്, ബാങ്കിങ് സിസ്റ്റം വലുതാവുന്നത്, പുതിയ ഗ്രോത്ത് ഓഫ് ടൗൺസ് വല്ലാത്ത രീതിയിൽ വരുന്നത്, പോർട്ടുകൾ സ്ട്രോങ് ആവുന്നത്, എല്ലാത്തിനും ഉപരിയായിട്ട് മറ്റൊരു കാര്യം നെറ്റ്വർക്ക് ഓഫ് റിവേഴ്സ്, കനാൽ സിസ്റ്റം, റിവർ സിസ്റ്റം ഇംഗ്ലണ്ടിൽ വല്ലാണ്ട് വർദ്ധിക്കുന്നത്. ഇതെല്ലാം എന്തിലേക്ക് നയിക്കുന്നുണ്ട്? ബ്രിട്ടൻ ഇൻഡസ്ട്രിയൽ റെവല്യൂഷനെ മുന്നിൽ നിന്ന് നയിക്കുന്നതിന് കാരണമാകുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ക്ലാസ്സിൽ മനസ്സിലാക്കുക. അടുത്ത ക്ലാസ് മുതൽ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും? പുതിയ കണ്ടുപിടുത്തങ്ങൾ, അതിനെ തുടർന്നുണ്ടായിട്ടുള്ള ബാക്കി മൂവ്മെൻറ്റുകൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നതായിരിക്കും. ഓക്കെ അല്ലേ? റൈറ്റ്.